ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ജോഗ്രഫിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. SCERT ക്ലാസ്സുകളും NCERT ക്ലാസ്സുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പഴയ SCERT നമ്മളൊരു ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പഴയ SCERT, പുതിയ SCERT പ്ലസ് NCERT അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ വരവായിരുന്നു. കേരളത്തിലും നമുക്ക് യൂറോപ്യന്മാരുടെ വരവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. ഇന്ത്യ ഹിസ്റ്ററി നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ടോപ്പിക്കിൻ്റെയും പഴയ SCERTയും പുതിയ SCERTയും NCERTയും എടുത്തിട്ടാണ് ക്ലാസ്സുകൾ തന്നത്. അതിന് ഇന്ത്യ ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി ഇനി ഞാൻ വേറൊരു ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല, കാരണം വേൾഡ് ഹിസ്റ്ററി SCERT ചാപ്റ്റേഴ്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ NCERT ഞാൻ തന്നിട്ടില്ല അല്ലേ. വേൾഡ് ഹിസ്റ്ററി NCERT നമുക്ക് ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ വേൾഡ് ഹിസ്റ്ററിയും കംപ്ലീറ്റ് ആവും. ഞാൻ ഡേ വൈസ് ആയിട്ട് ഇടുന്ന ക്ലാസ്സുകളല്ലാതെ തന്നെ നമുക്ക് ഇടുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന ക്ലാസ്സുകളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പം വേൾഡ് ഹിസ്റ്ററി ഞാനിനി ഡേ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തരുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി SCERT ക്ലാസ്സുകൾ നമ്മൾ തന്നിട്ടുണ്ട്. എല്ലാ SCERTയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ SCERT ചാപ്റ്റേഴ്സ് പഴയ SCERTയും പുതിയ SCERTയും ആഡ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട്. SCERT NCERT ഞാൻ തന്നിട്ടില്ല, ഞാൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ജോഗ്രഫിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ജോഗ്രഫി ഉണ്ട് അല്ലേ. വേൾഡ് ജോഗ്രഫി NCERT ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഇന്ത്യ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ജോഗ്രഫിയുടെ SCERT ചാപ്റ്റേഴ്സും NCERT ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ ഒരു വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഡേ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തരാം. ഇനി കേരള ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ SCERT ചാപ്റ്റേഴ്സും ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി വീണ്ടും നമുക്ക് ഡേ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതെടുക്കുന്നില്ല കേട്ടോ. കേരള ജോഗ്രഫി നമ്മൾ ഒരു ക്ലാസ്സിൽ തന്നെ പ്രധാനമായിട്ട്, കാരണം കേരള ജോഗ്രഫി ഒന്നും നമുക്കധികം നമ്മുടെ SCERTയിൽ പറയുന്നില്ല. അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. ആ ക്ലാസ്സുകൾ കാണാം കേട്ടോ, പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സിൽ നമ്മൾ ആദ്യത്തെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ തന്നെ അത്യാവശ്യം അധികം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കാം. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇതും ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന SCERT ചാപ്റ്റേഴ്സ് ഒരു ക്ലാസ്സിലൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അതിന് എക്സ്ട്രാ പോയിൻറ്റ്സ് എന്തായാലും അതിൻ്റെ എക്സ്ട്രാ പോയിൻറ്റ്സ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും നോട്ട്സ് നമുക്ക് തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ SCERTയിൽ പറയുന്നില്ല. പറയുന്ന SCERT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടിയിട്ട് ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന പോയിൻറ്റ്സ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിയാണ്. ബയോളജി നമുക്ക് ഈ ഒരു സബ്ജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു സബ്ജക്റ്റുകളെല്ലാം നമ്മൾ ഒരു ദിവസം അതായത് ഒരു ക്ലാസ്സിൽ കൂടെ തന്നെ ചെയ്യാവുന്ന രീതിയിൽ SCERT ചാപ്റ്റേഴ്സും NCERT ചാപ്റ്റേഴ്സും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ഡേ വൈസ് ആയിട്ട് ഒരു ടോപ്പിക് വൈസ് ആയിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അല്ലേ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡേ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തരുന്ന അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഓരോ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഈ ജീവശാസ്ത്രം പൊതുജന ആരോഗ്യവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് വരുന്ന പൊതു അറിവ് ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് നമ്മൾ എല്ലാ SCERT ചാപ്റ്റേഴ്സും കൂടിയിട്ട് ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാം കേട്ടോ. പിന്നെ ഈ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് SCERT NCERT ഞാൻ ക്ലാസ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എടുക്കില്ല, കാരണം നമ്മൾ ഓൾറെഡി കുറേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലാസ്റ്റ് ടൈമിൽ അങ്ങനെ എടുത്ത് തരാം കേട്ടോ. അഡീഷണൽ ആയിട്ട് ഞാൻ എടുത്തു തരാം. പിന്നെ ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ടോപ്പിക്ക് ചലനം, അതുപോലെ തന്നെ പ്രകാശം, കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കെമിസ്ട്രി തന്നിട്ടില്ലല്ലോ. കെമിസ്ട്രി നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കാം. കെമിസ്ട്രി എല്ലാ SCERT ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി കലാകായികം സാഹിത്യം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ മാക്സിമം ചെയ്യാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളാണ്. അത് നമുക്ക് SCERT അങ്ങനെ എടുത്ത് പറയുന്നില്ല, പക്ഷേ അഡീഷണൽ പോയിൻറ്റ്സ് ഞാൻ എഴുതി തരാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ, അതായത് 2026 മുതൽ 2019 മുതൽ 2026 വരെ PSC 2019 തന്നെ അതിന് മുമ്പും ചോദിച്ചിട്ടുള്ള PSC ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ്സിലൂടെ നമ്മൾ തന്നിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് തന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നെക്സ്റ്റ് സുപ്രധാന നിയമങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് തന്നിട്ടുള്ളതാണ്, കാണാം കേട്ടോ. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് തരാം. അതുപോലെ തന്നെ നെക്സ്റ്റ് മാത്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും. പിന്നെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. മലയാളം ചോദ്യങ്ങൾ, ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാം. അതുപോലെ തന്നെ മലയാളമാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. പക്ഷേ മലയാളം ഇനിയുണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്, മലയാളം ഇംഗ്ലീഷൊക്കെ ഇനിയുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് തരാം. അപ്പോൾ ഏകദേശം നമ്മുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കേരള ജോഗ്രഫി ഒന്നും ഞാൻ വീണ്ടും ഇനി എടുത്ത് SCERT NCERT ടോപ്പിക് ബേസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അധികം ചാപ്റ്റേഴ്സ് വരുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ദിവസങ്ങൾ കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓരോ ദിവസവും തരാം ടോപ്പിക് ഏതാ പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ടോപ്പിക് എന്തായാലും ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലിടാം. അപ്പോൾ ഇതിനെ നോട്ട്സൊക്കെ നമ്മൾ NCERT ചാപ്റ്റേഴ്സിനൊക്കെ നോട്ട്സ് ടെക്സ്റ്റ് ബുക്കൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിലൂടെ തന്നെ പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ NCERT ചാപ്റ്റേഴ്സ് എന്തായാലും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ട് എല്ലാ സബ്ജക്റ്റുകളും ഓരോ ക്ലാസ്സിലൂടെ തരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഇന്നത്തെ ടോപ്പിക് എന്താണ്? ജോഗ്രഫിയാണ്, വേൾഡ് ജോഗ്രഫിയാണ്. വേൾഡ് ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCERT ചാപ്റ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വേൾഡ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് NCERTയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. NCERT നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അധികം പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡ് ജോഗ്രഫി ഉണ്ടല്ലോ, NCERT ചാപ്റ്റേഴ്സ് നമ്മൾ 16 ചാപ്റ്ററാണ് വരുന്നത്. ഈ 16 ചാപ്റ്ററിൽ ലാസ്റ്റ് 2-3 ചാപ്റ്റർ EVS ആണ് വരുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് എല്ലാതും നമുക്ക് ഈ എല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് എന്തായാലും കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതെന്തായാലും കാണാം, കാരണം നമ്മൾ അതിൽ പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഭൂമിയെക്കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമുക്ക് SCERTയിൽ എടുത്ത് പറയുന്നുണ്ട് ഭൂമിയെക്കുറിച്ചിട്ട് എന്താണ്, എങ്ങനെയാണ് ഭൂമി വന്നത്, അല്ലെങ്കിൽ ഭൂമിയുടെ ഷേപ്പ് എന്താണ്, അതൊക്കെ നമുക്ക് SCERTയിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സും അതുപോലെ തന്നെ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം എന്നീ ടോപ്പിക്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് SCERTയിലും NCERTയിലും വരുന്നുണ്ട് ചാപ്റ്റർ. നമുക്ക് ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ SCERTയിൽ വരുന്നില്ല, എന്നാൽ നമുക്ക് പഠിക്കാനുള്ള SCERTയിൽ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. എന്നാൽ NCERT നോക്കുകയാണെങ്കിൽ NCERTയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ നമുക്ക് ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇപ്പോൾ SCERTയിൽ എടുത്ത് പറയുന്ന കുറച്ച് വേൾഡ് ജോഗ്രഫി ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് അടുത്ത ദിവസങ്ങളിലായിട്ട് തരാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസമായിട്ട് ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ചില ഭാഗങ്ങളിലേക്ക് എന്താ പറയുക എല്ലാതും കിട്ടണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലേ. അതായത് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഇനി ഒരു സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മടുപ്പ് തോന്നാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഓരോ ദിവസവും സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത സബ്ജക്റ്റ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചെയ്യാം മാക്സിമം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ഞാൻ ഭൂമി എന്ന് പറയുന്നുണ്ട്, നോക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെയെല്ലാമല്ല. അപ്പോൾ ഇവിടെ ഭൂമിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത്
കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഒരു ഗോളം എന്ന് പറയുന്നത് നല്ല ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. പിന്നീട് നന്നായിട്ട് മഴ പെയ്തതിനൊക്കെ ശേഷമാണ് ഈ ഭൂമി തണുത്തത് അല്ലേ. അതിനുശേഷം എന്ത് സംഭവിച്ചു? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ജീവജാലങ്ങൾ ഉണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ മാത്രമാണ്, അതായത് സൗരയൂഥ ഗ്രഹങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവൻ നിലനിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്, ഭൂമിയാണ്. ഇവിടെ എന്താണ് എല്ലാതുണ്ട് അല്ലേ, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെള്ളമാണെങ്കിലും വായു ആണെന്നുണ്ടെങ്കിലും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണൊക്കെ എന്തുണ്ട്, ഭൂമിയിലുണ്ട്. പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളും ഒക്കെയായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ്. എന്നാൽ ഭൂമിയുടെ ഉള്ളറയോ? അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് എന്താ, ഉള്ളറകളിലേക്ക് എന്ന് പറയുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ, എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് ചൂട് നമുക്കറിയാം അല്ലേ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഭൂമിയുടെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും. അതായത് ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് എത്രയാണ്? കേന്ദ്രഭാഗത്ത് നോക്കുകയാണെങ്കിൽ 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളക്കുന്നത് അല്ലേ. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ഇനി അതുപോലെ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഖനികൾ കണ്ടിട്ടുണ്ടോ, ഖനികൾ കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണ്? 12 കിലോമീറ്റർ ആണ്. അപ്പോൾ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത് എത്രയാണ്? 12 കിലോമീറ്റർ ആണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഇത്രത്തോളം ദൂരം മനുഷ്യന് ചെന്ന് എത്താനായിട്ട് സഹായിക്കുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആണ്. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. എത്രയാണ്? 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? അല്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പോൾ എന്താ പറയുന്നത്? എങ്ങനെയാണ് ഈ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് അല്ലേ. ഇനി ഭൂമിയുടെ ഘടന നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഭൂമി എന്ന് പറയുന്നത് അല്ലേ, ഭൂമിയുടെ പുറത്ത് കാണപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം. അതിന് തൊട്ട് താഴെയായിട്ട് മാന്റിൽ കാണിച്ചിട്ടുണ്ട്. മാന്റിന് താഴെയായിട്ട് കാമ്പുണ്ട് അല്ലേ. കാമ്പ് 2 തരത്തിലുണ്ട്, പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട്. ഇത്രയും നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലായി. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കം എന്ന് പറയുന്നത് നോക്കി ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. അതിന് തൊട്ട് താഴെയായിട്ടാണ് മാന്റിൽ വരുന്നത്. അതിന് താഴെയായിട്ട് പുറക്കാമ്പും അകക്കാമ്പും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ചർ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂവൽക്കം എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ പുറത്ത് കാണപ്പെടുന്നതായിരിക്കും അല്ലേ. പുറത്ത് കാണപ്പെടുന്നതായിരിക്കും ഭൂവൽക്കം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇവിടെ ഭൂവൽക്കമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഭൂവൽക്കം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നോക്കിയേ, ഇതിന് തൊട്ട് താഴെയായിട്ട് മാന്റിൽ കാണപ്പെടുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലോ കാമ്പും കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇത്രയും ക്ലിയർ ആണല്ലോ. പുറക്കാമ്പും ഭൂവൽക്കവും മാന്റിലും കാമ്പും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഭൂവൽക്കം? എന്താണ് ഭൂവൽക്കം എന്ന് വെച്ചാൽ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കം എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും പുറമേയുള്ള പാളിയാണ്, അതുപോലെ തന്നെ നേർത്ത പാളിയാണ്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുന്നത് എന്താണ്? ഖരരൂപത്തിലാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്?
എന്താണ്? ഭൂവൽക്കം എന്ന് വെച്ചാൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ്, അതുപോലെ തന്നെ നേർത്ത പാളിയാണ്, ഖരരൂപമാണ് അല്ലേ. ഇവിടെ പാറകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂവൽക്കം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഖരരൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക, പാറകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി ഈ ഭൂവൽക്കത്തിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. ഇനി വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞു വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കം ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ ഇതിൽ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ശരാശരി കനം 30 കിലോമീറ്റർ ആണ്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. എത്രയാണ് പറയുന്നത്? കനം 30 കിലോമീറ്ററോളാണ്. ഇനി വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 കിലോമീറ്റർ ആണ് കനമുള്ളത്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതൽ, വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. ഇനി വൻകര ഭൂവൽക്കം തന്നെ പർവ്വത പ്രദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ 70 കിലോമീറ്റർ ആണ് കനം വരുന്നത്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം വരുന്നത്. സമുദ്ര ഭൂവൽക്കത്തിന് ഏറ്റവും കുറവാണ്, 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എന്നാൽ വൻകര ഭൂവൽക്കം ശരാശരി കനം നോക്കുകയാണെങ്കിൽ 30 കിലോമീറ്റർ ആണ്. എന്നാൽ പർവ്വത പ്രദേശത്ത് നോക്കുകയാണെങ്കിലോ 70 കിലോമീറ്റർ കനമാണ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഭൂവൽക്കം എന്ന് വെച്ചാൽ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ ഭൂവൽക്കം അല്ലേ, ഈ പാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂവൽക്കത്തിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. ക്ലിയർ ആണല്ലോ ഇത്രയും. ഇനി വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ പറഞ്ഞു ഏകദേശം ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. എന്നാൽ പർവ്വത പ്രദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ 70 കിലോമീറ്റർ കനം ഉണ്ടായിരിക്കും. സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ. ഈ ഒരു ഭാഗത്തെയാണെന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. അപ്പോൾ ഈ മാൻഡിൽ നിന്നാണ് നല്ല കനമുള്ള ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ഏകദേശം 2900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ വ്യാപിച്ച് കിടക്കുന്നത്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ ഈ ഭൂവൽക്കം, നമ്മുടെ ഭൂവൽക്കം ഇതാണ് അല്ലേ. ഈ ഭൂവൽക്കവും അതുപോലെ തന്നെ ഈ മാൻഡിലിൻ്റെ പുറത്തുള്ള ഈ ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ അല്ലേ, മാൻഡിലിന് തൊട്ട് മുമ്പ്, അതായത് ഉപരിഭാഗം അല്ലേ, മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് കാണപ്പെടുന്ന ആ ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ഇതിനെന്തെന്ന് വിളിക്കുന്നുണ്ട്? നമ്മൾ പറഞ്ഞു ലിത്തോസ്ഫിയർ അല്ലേ, അതായത് ശിലാമണ്ഡലം അല്ലേ, ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നുണ്ട്. മാൻഡിലിൻ്റെ ഉപരിഭാഗവും അതുപോലെ തന്നെ ഭൂവൽക്കവും കൂടി ചേർന്നിട്ട് വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഉരുകി, അതായത് മാഗ്മ അവസ്ഥയിലെ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ഈ ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ എന്താണ്? ശിലാമണ്ഡലം ഉണ്ടെന്ന് പറഞ്ഞു. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് അസ്തനോസ്ഫിയർ ഉണ്ടെന്ന് പറഞ്ഞു. അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? ഈ മാഗ്മ, അതായത് ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകിയിട്ട് ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകിയിട്ട് ഉള്ള അവസ്ഥയിൽ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അസ്തനോസ്ഫിയർ. അപ്പോൾ ഈ അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ അർദ്ധദ്രവാവസ്ഥയിലാണ്. കാരണം എന്താണ്? അവിടെ ഈ ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകിയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെ നോക്കുകയാണെങ്കിൽ ഖരാവസ്ഥയിലാണ് അല്ലേ, ഖരാവസ്ഥയിലാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഭൂവൽക്കം എന്ന് വെച്ചാൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതാണ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ ഭൂവൽക്കത്തിനും തൊട്ട് താഴെയായിട്ട് മാൻഡിലുണ്ട്. ഈ മാൻഡിലിൻ്റെ ഉപരിഭാഗവും അതുപോലെ തന്നെ ഭൂവൽക്കം കൂടി ചേർന്ന ഭാഗത്തെ എന്തെന്ന് വിളിച്ചു? ശിലാമണ്ഡലം എന്ന് വിളിച്ചു അല്ലേ, ശിലാമണ്ഡലം എന്ന് വിളിച്ചു. ഇനി ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് കാണുന്ന ഭാഗത്ത് നിന്ന് വിളിച്ചു അസ്തനോസ്ഫിയർ എന്ന് വിളിച്ചു അല്ലേ. അസ്തനോസ്ഫിയർ എന്നല്ലേ വിളിച്ചത്. ഇതിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗത്ത് നമ്മൾ എന്തെന്ന് വിളിച്ചു? അസ്തനോസ്ഫിയർ എന്ന് വിളിച്ചു. അസ്തനോസ്ഫിയർ എന്ന് വിളിച്ചു. ഈ അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? അർദ്ധദ്രവാവസ്ഥയിലാണ്. ഇതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം, അതായത് അസ്തനോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പ് എന്ന് വെച്ചാൽ എന്താണ്? കാമ്പ് എന്ന് വെച്ചാൽ പുറക്കാമ്പുണ്ട് അകക്കാമ്പുണ്ട് കേട്ടോ. കാമ്പ് എന്ന് വെച്ചാൽ മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പും അകക്കാമ്പ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. പുറക്കാമ്പ് നോക്കുകയാണെങ്കിൽ ദ്രവാവസ്ഥയിലാണ്, എന്നാൽ അകക്കാമ്പ് നോക്കുകയാണെങ്കിലോ ഖരാവസ്ഥയിലുമാണ്. അതിനാൽ തന്നെ കാമ്പ് ഇത് ചോദിക്കാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാമ്പ്
മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫി എന്ന പേരുണ്ട്. അപ്പോൾ നിഫി എന്നറിയപ്പെടുന്നത് എന്തിനാണ്? കാമ്പിനെയാണ്. നിഫി എന്നറിയപ്പെടാൻ കാരണം എന്താണ്? നിഫി എന്നാണ് അല്ലേ? നിഫി എന്നാണ്. അതായത് നിക്കലും അയേൺ ആണ് അല്ലേ? നിക്കലും ഇരുമ്പാണ് ഇവിടെ കാണപ്പെടുന്നത്. അതിനാൽ തന്നെ നിഫി എന്ന് പറയുന്ന പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഭൂവൽക്കം എന്ന് വെച്ചാൽ പുറമേയുള്ള പാളിയാണെന്ന് പറഞ്ഞു. ഭൂവൽക്കത്തിനെ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൻകര ഭൂവൽക്കത്തിലാണ് കനം കൂടുതൽ, ഖരാവസ്ഥയിലാണ് അല്ലേ? നെക്സ്റ്റ് നോക്കിയത് നമ്മൾ എന്തായിരുന്നു? മാൻഡിൽ അല്ലേ? മാൻഡിൽ ഉപരിഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭൂവൽക്കം കൂടി ചേർന്ന ഭാഗത്തെയാണ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ അല്ലേ? അതായത് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് അസ്തനോസ്ഫിയർ കാണപ്പെടുന്നുണ്ട്. അസ്തനോസ്ഫിയർ നോക്കുകയാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥയിലാണ്. കാരണം അവിടെ മാഗ്മ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഈ ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷം കാണപ്പെടുന്ന, അതായത് അസ്തനോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണെന്ന് പറഞ്ഞു അല്ലേ? ഖരാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയുന്നത് എന്താണ്? കാമ്പിനെ കുറിച്ചിട്ടാണ്. കാമ്പ് പുറക്കാമുണ്ട്, അകക്കാമുണ്ട്. ഇത് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണ്? നിക്കലും അയേൺ ആണ് അല്ലേ? നിക്കലും ഇരുമ്പാണ്. അതിനാൽ തന്നെ നിഫി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറക്കാമ്പും അകക്കാമുണ്ടല്ലോ. പുറക്കാമ്പ് എന്ന് വെച്ചാൽ ഏത് അവസ്ഥയിലാണ്? പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. എന്നാൽ അകക്കാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഖരാവസ്ഥയിലാണ്. പിന്നെ എന്താ പഠിച്ചത്? ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഭൂമിയുടെ ഘടന ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയത് എങ്ങനെയാണ്? ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അല്ലേ? ഭൂമിയുടെ ഇൻട്രൊഡക്ഷൻ. ഈ പ്രക്രിയയിലൂടെ ഭൂമിയിൽ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. അതായത് ആദ്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി നല്ല ചുട്ടുപഴുത്തിട്ടുള്ള ഒരു ഗോളായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് ഇത് തണുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഭൂമിയുടെ ഉള്ളിലുള്ള വാതകങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ് ചെയ്തത് അല്ലേ? ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. അതിനിപ്പോൾ വാതകങ്ങളൊക്കെ പുറത്തു വന്നു. ഇനി വാതകങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇങ്ങനെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പിനെയാണെന്ന് പറയുന്നത് അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അങ്ങനെ സസ്യങ്ങളുടെ ആവിർഭാവത്തോടു കൂടി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി അല്ലേ? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഓക്സിജനാൽ സമ്പന്നമാകാണ് ഭൂമി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ അല്ലേ? നമുക്കറിയാം നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആർഗണൊക്കെ എന്താണ്? അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ്. ഈ വാതകങ്ങൾ കൂടാതെ മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട് അല്ലേ? വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജലാംശമുണ്ട് അല്ലേ? അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷ സംരചന. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എത്രയാണ്? 10,000-ഓളം കിലോമീറ്റർ വരെയാണ് അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം വരുന്നത്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്താ പറയുന്നത്? 97% വാതകങ്ങൾ കാണപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 29 കിലോമീറ്റർ വരെയാണല്ലേ? അങ്ങനെ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും? വാതകങ്ങളുടെ അളവ് കുറഞ്ഞാണ് വരുന്നത്. അതായത് 29 കിലോമീറ്റർ വരെയാണ് കൂടുതൽ വാതകങ്ങളും 97% വാതകങ്ങളും കാണപ്പെടുന്നതെന്ന് പറയുന്നു. അതിൽ 29 കിലോമീറ്റർ വരെയാണ് 97% കാണപ്പെടുന്നത്. ബാക്കി വാതകങ്ങളൊക്കെ പിന്നീട് ഈ ഒരു അന്തരീക്ഷം, അതായത് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നു? വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് അല്ലേ? അന്തരീക്ഷത്തിൽ നിന്നാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ലഭിക്കുന്നത്. ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് പ്രധാനമായിട്ടും പങ്ക് വഹിക്കുന്നത്.
ഇനി അന്തരീക്ഷ വാതകങ്ങൾ എത്ര അളവിലാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. നൈട്രജൻ 78%, നൈട്രജൻ 78%, അന്തരീക്ഷത്തിലാണ് പറയുന്നത് കേട്ടോ. അന്തരീക്ഷത്തിൽ നൈട്രജൻ 78%, ഓക്സിജൻ 21% വരുന്നത്. ബാക്കി 1% എന്തൊക്കെ വരുന്നുണ്ട്? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവ വരുന്നുണ്ട്. അപ്പം അന്തരീക്ഷത്തിൽ 78% നൈട്രജനാണ്, 21% ഓക്സിജനാണ്, ബാക്കി 1% ആർഗണും, കാർബൺ ഡൈ ഓക്സൈഡും, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ എന്നിവയൊക്കെ വരുന്നു. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലേ. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനമാണ് ഉൾക്കൊള്ളുന്നത്? എത്രയാണ്? 78 + 21 ചെയ്താൽ മതി അല്ലേ. 78 + 21 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 99% അല്ലേ. 99% നൈട്രജനും ഓക്സിജനുമായി തന്നെയുണ്ട്. ബാക്കി 1% ഏതൊക്കെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് അല്ലേ. സൂര്യൻ്റെ താപമേറ്റിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് പോകുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമാണ് ജലബാഷ്പമുള്ളത്. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. വാതകങ്ങൾ, ജലതന്മാത്രകൾ കൂടാതെ തന്നെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. പൊടിപടലങ്ങൾ കാണപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അപ്പോൾ മേഘങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഘനീകരണം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ഘനീകരണം സംഭവിക്കുന്നതിനായിട്ട് അവിടെ ആവശ്യമുള്ളത് എന്താണ്? പൊടിപടലങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചിട്ടാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ പൊടിപടലങ്ങൾ കൂടി ചേർന്നിട്ടാണല്ലോ മേഘങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഈ പൊടിപടലങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്? ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? വാതകങ്ങൾ, ജലതന്മാത്രകൾ പുറമെ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. ഇനി പൊടിപടലങ്ങൾ കാണപ്പെടുന്നത് സാധാരണയായിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ്. എന്നാൽ അന്തരീക്ഷത്തിലെ നേർത്ത, അതായത് ഈ ഭൗമോപരിതലത്തോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അല്ലെങ്കിൽ ഈ പൊടിപടലങ്ങളെ ചുറ്റിയിട്ട് അന്തരീക്ഷ നീരാവി ഘനീഭവിച്ചിട്ടാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ പൊടിപടലങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട്? ഘനീകരണ മർമ്മങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. എങ്ങനെയൊക്കെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഭൂമിയുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? എങ്ങനെയൊക്കെയാണ് ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം പ്രയോജനമാകുന്നത്? എങ്ങനെയൊക്കെയാണ്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്, ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു. എന്തൊക്കെയാണ്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു, ഹാനികരമായ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നു. അപ്പോൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിൽ പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ പഠിക്കുന്നത് ഇനി വരുന്നത് മലിനീകരണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷം മലിനമാകുന്നത്? അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ് അന്തരീക്ഷ മലിനീകരണം എന്ന് വെച്ചാൽ? അന്തരീക്ഷ വായുവിനെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതിനെയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. എന്താണ് അന്തരീക്ഷ മലിനീകരണം? അന്തരീക്ഷ വായുവിനെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതിനെയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതിനെയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? പുക അല്ലേ, വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകകൾ, അതുപോലെ തന്നെ എന്താണ് ഫാക്ടറികളിൽ നിന്ന് വരുന്ന പുക, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കുന്ന അല്ലേ, അതുപോലെ തന്നെ ഈ എന്താണ് ആഘോഷങ്ങളിൽ എന്താണ് വെടിക്കെട്ടുകൾ ഉണ്ടാകും അല്ലേ, അതൊക്കെ എന്താണ് ഈ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇനി എന്താണ് അമ്ലമഴ എന്ന് വെച്ചാൽ? അമ്ലമഴ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മലിനീകരണത്തെ കുറിച്ചിട്ട് ഓസോണിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു NCERT ചാപ്റ്റേഴ്സ്.
അപ്പോൾ PSC പഠിക്കുന്നവർക്കറിയാം NCERT ക്ലാസ് എടുത്തപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അമ്ലമഴ എന്നുള്ളത്. അപ്പോൾ എന്താണ് അമ്ലമഴ? കൽക്കരി, പെട്രോളിയം, ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. എന്താ പറയുന്നത്? അമ്ലമഴ എന്ന് വെച്ചാൽ എന്താണ് പറയാൻ പോകുന്നത്? കൽക്കരി, പെട്രോളിയം, ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കുറേ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ മഴ പെയ്യുമ്പോൾ ഇവ മഴവെള്ളത്തോടൊപ്പം കലർന്നിട്ട് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തും. അപ്പോൾ ഇവ മഴവെള്ളത്തോടൊപ്പം കലർന്നിട്ട് എന്ത് സംഭവിക്കും? വെള്ളത്തിന് ആസിഡ് സ്വഭാവം വരില്ല, എന്നിട്ട് ഭൂമിയിലേക്ക് എത്തും. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിലാണ് അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കുന്നത്. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കും. നമുക്കറിയാം ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ് അല്ലേ? 7ൽ താഴെയാണെങ്കിൽ ആസിഡ് ആണ് അല്ലേ? അപ്പോൾ 5ൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം? ഈ ആസിഡ് മഴയാണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൽക്കരി, പെട്രോളിയം, ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ, ഈ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവ ഈ മഴയിൽ കലരുമ്പോൾ അല്ലേ, അതായത് ഇവിടെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് മഴവെള്ളത്തിൻ്റെ pH 5നേക്കാളും താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കാം. ഇനി ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. നെക്സ്റ്റ് പുകമഞ്ഞ്. പുകമഞ്ഞ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോഗ് ആണ് അല്ലേ? അതായത് സ്മോഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. സ്മോഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോക്ക് പ്ലസ് ഫോഗ് അല്ലേ? സ്മോക്ക് പ്ലസ് ഫോഗ്, അതായത് പുക പ്ലസ് മഞ്ഞ് അല്ലേ? പുക പ്ലസ് മഞ്ഞ്. അപ്പോൾ പുകയും മൂടൽ മഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു പുകമഞ്ഞ്? വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. എന്താ പറയുന്നത്? ഈ നമ്മൾ പറഞ്ഞു നേരത്തെ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തിക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ എന്ത് സംഭവിക്കും? ഈ പുകയും പൊടിപടലങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്ക് നിറയും. അപ്പോൾ ഇവ മഞ്ഞുമായിട്ട് കലർന്ന് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? പുകമഞ്ഞ് രൂപപ്പെടുന്നത്, അതായത് സ്മോഗ് രൂപപ്പെടുന്നത്. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനായിട്ട് വായു മലിനീകരണം കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? എന്താണ് അമ്ലമഴ എന്ന് ക്ലിയർ ആയി, എന്താണ് പുകമഞ്ഞ് അല്ലെങ്കിൽ സ്മോഗ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പരിഹാര മാർഗ്ഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വാഹനങ്ങളുടെ ഒക്കെ എണ്ണം കുറയ്ക്കാല്ലേ, അതുപോലെ തന്നെ സൈക്കിളൊക്കെ, കുട്ടികളാണെന്നുണ്ടെങ്കിൽ സൈക്കിളൊക്കെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ എന്താണ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മലിനീകരണമൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് അന്തരീക്ഷ ഘടനയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ കുറേ പാളികളുണ്ട് അല്ലേ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന പാളികളുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാളിയാണ് ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിലുള്ള പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ, നെക്സ്റ്റ് മീസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, പിന്നെ എന്താണ്? എക്സോസ്ഫിയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പാളികളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആദ്യം വരുന്നത് താഴെയുള്ളത് കാണപ്പെടുന്ന ഇതാണ് ട്രോപ്പോസ്ഫിയർ ആണല്ലേ? അപ്പോൾ അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ എന്നിവയാണ്. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്തരീക്ഷത്തിന് ഏറ്റവും താഴെയുള്ള പാളിയാണ് അല്ലേ? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന് ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്? അന്തരീക്ഷത്തിന് ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിന് ഭൗമോപരിതലത്തിൽ നോക്കുകയാണെങ്കിൽ ശരാശരി 13 കിലോമീറ്റർ ആണ് ഉയരം വരുന്നത്. എന്നാൽ ധ്രുവപ്രദേശത്ത് നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്റർ വരെയാണ് ഉയരം വരുന്നത്. ഇനി ഭൂമധ്യരേഖ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെയാണ് ഉയരമുള്ളത്. ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണത്. ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഈ എന്താ പറയുന്നത് ഉയരമൊക്കെ 18 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെയുള്ള പാളി അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നോക്കുകയാണെങ്കിൽ ശരാശരി 13 കിലോമീറ്റർ വരെയാണ് ഉയരം വരിക. ധ്രുവപ്രദേശത്ത് നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്റർ ആണ്. ഇനി ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. നെക്സ്റ്റ് വരുന്നത് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലാണ് പൊടിപടലങ്ങളും ജലബാഷ്പവും
ജലബാഷ്പം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിലാണ് പൊടിപടലങ്ങളുള്ളത്, ജലബാഷ്പമുള്ളത്, അതുപോലെ തന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ ഉള്ളത് എവിടെ തന്നെയാണ്? ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. താപനഷ്ട നിരക്ക് എന്ന് വെച്ചാൽ അതായത് ട്രോപ്പോസ്ഫിയറിൽ താപനഷ്ട നിരക്കാണ് സംഭവിക്കുന്നത്. അതായത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 165 മീറ്റർ ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ട്രോപ്പോസ്ഫിയർ വെച്ചാൽ അന്തരീക്ഷത്തിന് ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി 13 കിലോമീറ്റർ ആണ് ഉയരം വരുന്നത്. ധ്രുവപ്രദേശത്ത് നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്റർ ആണ് ഉയരമുള്ളത്. ഇനി നെക്സ്റ്റ് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. മേഘ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് ഉണ്ടല്ലേ. അതായത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിൽ ഈ ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നുണ്ട്. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിന് ഉയരം എത്രയാണ് വരുന്നത്? 50 കിലോമീറ്റർ വരെയാണ് ഉയരം വരുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? താപം കൂടാണ് ചെയ്യുക. നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ താപം കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ സംഭവിക്കുന്ന താപം കൂടാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളിയാണുള്ളത്. അപ്പോൾ ചോദിക്കാറുണ്ട് ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. എത്രയാണ്? 25 കിലോമീറ്റർ ആണ് ഉയരത്തിൽ അല്ലേ. 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ്. 50 കിലോമീറ്റർ വരെയാണ് ഉയരം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. ഇനി ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്നാണ്? ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്നു. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ എന്നിവയ്ക്കെന്നാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങളാണ് അല്ലേ. എന്തൊക്കെയാണ്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാക്കുന്ന ക്യാൻസർ. നെക്സ്റ്റ് ഓസോൺ ദിനം. എന്നാണ് ഓസോൺ ദിനം? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഓസോൺ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് വരുന്നത്. ഏതൊക്കെയാണ്? ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക. നെക്സ്റ്റ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് എന്ത് കാണപ്പെടുന്നത്? മീസോസ്ഫിയർ കാണപ്പെടുന്നത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ട്രോപ്പോസ്ഫിയറിൽ നമ്മൾ പറഞ്ഞല്ലോ താപം കുറയുന്നുണ്ട് അല്ലേ. ഉയരം കൂടുമ്പോൾ താപം കുറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മീസോസ്ഫിയറിലും ഉയരം കൂടുമ്പോൾ താപം കുറയുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു. എന്താ പറയുന്നത്? ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80
കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? താപനില -100 വരുന്നത്. -100 വരെയാണ് താഴുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഏത് പാളിയിൽ വെച്ചിട്ടാണ്? ഈ മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ഏറ്റവും താപനില കുറവും കാണപ്പെടുന്നത്. നെക്സ്റ്റ്, തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്നതോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൽ നിന്നാണ് ഉയരം കൂടുമ്പോൾ താപനില കൂടി വരാണ് ചെയ്യുക. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലേ? തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് നിന്ന് വിളിക്കുന്നു അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇനി അപ്പോൾ എന്താണ് അയണോസ്ഫിയർ എന്ന് വെച്ചാൽ? തെർമോസ്ഫിയറിൻ്റെ താഴെ ഭാഗമാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ അയോണീകരണം എന്ന് വിളിക്കുന്നു. ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് പേര് വന്നെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ അല്ലേ, അൾട്രാ വയലറ്റും അതുപോലെ തന്നെ എക്സ്റേ തുടങ്ങിയ രശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കും? അയോണീകരണം സംഭവിക്കുന്നുണ്ടായിരിക്കും. അതിനാൽ തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് വിളിക്കുന്നു അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് ഏതാണ്? ഏത് മേഖലയാണെന്ന് ചോദിക്കാം, ഏത് പാളിയാണെന്ന് ചോദിക്കാം. ഏതാണ്? അയണോസ്ഫിയർ ആണ്. നെക്സ്റ്റ്, എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. എക്സോസ്ഫിയർ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. അതിനാൽ തന്നെ അന്തരീക്ഷത്തിൻ്റെ ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് എക്സോസ്ഫിയർ മാറുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പാളികളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക, ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം, അതുപോലെ തന്നെ ഈ മേഘം, മഞ്ഞ്, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ, അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നത്. അവിടെ ക്രമമായി താപനിഷ്ഠ നിരക്ക് സംഭവിക്കുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16. മീസോസ്ഫിയർ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ താപനിലയോടെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. തെർമോസ്ഫിയറിനെ കുറിച്ച് എന്താ പറയുന്നത്? താപനില കൂടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തെർമോസ്ഫിയറിന് താഴെയായിട്ട് അയണോസ്ഫിയർ ഉണ്ട്. അയണോസ്ഫിയർ എന്ന് വെച്ചാൽ റേഡിയോ തരംഗങ്ങളിൽ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്നു. എക്സോസ്ഫിയർ എന്ന് വെച്ചാൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. ഇതെന്ന് വെച്ചാൽ ഇവിടെ വായു തന്മാത്രകളുടെ സാന്നിധ്യം കുറഞ്ഞിട്ട് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. വേൾഡ് ജിയോഗ്രഫിയാണ്. വേൾഡ് ജിയോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്റർ ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയമാണ് അല്ലേ. എന്താണ് ഭൂമിശാസ്ത്രം എന്ന് വെച്ചാൽ? ഭൂമിയെക്കുറിച്ചും അതുൾപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനമാണ് ഭൂമിശാസ്ത്രം. ഗ്രീക്ക് പദങ്ങളായ ജിയോ, ഗ്രാഫോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഭൂമിശാസ്ത്രം എന്ന പദം രൂപപ്പെട്ടത്. അതായത് വേൾഡ് ജിയോഗ്രഫിയിലെ അതായത് ജിയോ, ഗ്രാഫോസ്, അതായത് ജിയോ എന്ന് വെച്ചാൽ ഭൂമിയാണ്, ഗ്രാഫോസ് എന്ന് വെച്ചാൽ എന്താണ്? വിവരണമാണ്. ഈ ഒരു പദങ്ങളിൽ നിന്നാണ് ഭൂമിശാസ്ത്രം എന്ന പദം രൂപപ്പെട്ടത് അല്ലേ. ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണ്. അപ്പോൾ ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണ്. ഇനി നിർവചനങ്ങൾ പറയുന്നുണ്ട്. ഭൗമോ ഉപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ്. റിച്ചാർഡ് ഹാർട്ട്ഷോൺ എന്താ പറഞ്ഞത്? ഭൗമോപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും അതുപോലെ തന്നെ അപ്പോൾ റിച്ചാർഡ് ഹാർട്ട്ഷോൺ എന്താ പറയുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിലെ പ്രാദേശിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഭൂമിശാസ്ത്ര പഠനം പ്രധാനമായും 3 ചോദ്യങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്ത്, എവിടെ, എന്തുകൊണ്ട്. എന്താണ് എന്ത്, എവിടെ, എന്തുകൊണ്ട്? എന്തെന്ന് വെച്ചാൽ എന്താണ്? ഭൗമോപരിതലത്തിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് എന്തെന്ന് പറയുന്നത്. ഇനി എവിടെ എന്ന് പറയുമ്പോൾ ഭൗമോപരിതലത്തിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളുടെ വിതരണം.
എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിലെ സവിശേഷതകളുടെ വിശദീകരണവും കാര്യകാരണ ബന്ധങ്ങളും പ്രതിപാദിക്കുന്ന ചോദ്യം. നെക്സ്റ്റ്, ഭൂമിശാസ്ത്ര സമീപനങ്ങൾ. 2 തരം സമീപനങ്ങളാണ് നമുക്കുള്ളത്. വ്യവസ്ഥാപിത സമീപനമുണ്ട്, മേഖലാ സമീപനമുണ്ട്. എന്താണ് വ്യവസ്ഥാപിത സമീപനം എന്ന് വെച്ചാൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത്. ഇതിൽ ഏതൊരു പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും വിശദമാക്കുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? വ്യവസ്ഥാപിത സമീപനം കണ്ടെത്തിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്? ആവിഷ്കരിച്ചത് ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഇതിൽ ഏതൊരു പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നുണ്ട്. നെക്സ്റ്റ്, മേഖലാ സമീപനം. മേഖലാ സമീപനം ലോകത്തെ പല മേഖലകളായി തരംതിരിച്ചിട്ടുള്ള പഠനമാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ റിട്ടർ ആണ്. അപ്പോൾ വ്യവസ്ഥാപിത സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഇതെന്ന് വെച്ചാൽ ഏതൊരു പ്രതിഭാസത്തെയും പഠിക്കുക, അതുപോലെ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണമൊക്കെ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി മേഖലാ സമീപനം എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തെ പല മേഖലകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു പഠനമാണ്. മേഖലാ സമീപനം കൊണ്ടുവന്നതാരാണ്? കാൾ റിട്ടർ ആണ്. അപ്പോൾ വ്യവസ്ഥാപിത സമീപനത്തിനനുസരിച്ചുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ ഉപവിഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഭൗതിക ഭൂമിശാസ്ത്രം, മാനവിക ഭൂമിശാസ്ത്രം, ജൈവ ഭൂമിശാസ്ത്രം. ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഭൂരൂപ രൂപീകരണ ശാസ്ത്രം വരും, കാലാവസ്ഥാ ശാസ്ത്രം വരും, ജലശാസ്ത്രം, മണ്ണ് ശാസ്ത്രം ഒക്കെ എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ വരുന്നവയാണ്. ഇനി മാനവിക ഭൂമിശാസ്ത്രമാണെങ്കിലോ സാമൂഹ്യ സാംസ്കാരിക ഭൂമിശാസ്ത്രം, ജനസംഖ്യാ ഭൂമിശാസ്ത്രം, സാമ്പത്തിക, ചരിത്ര, രാഷ്ട്രീയ ഭൂമിശാസ്ത്രമാണ് വരുന്നത്. ഇനി ജൈവ ഭൂമിശാസ്ത്രമാണെങ്കിലോ, ജൈവം എന്ന് പറയുമ്പോൾ സസ്യം അല്ലേ, സസ്യം, ജന്തു, അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ അല്ലേ, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, ആവാസശാസ്ത്രം, പരിസ്ഥിതി ഭൂമിശാസ്ത്രം. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, മേഖലാ സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ ഉപവിഭാഗങ്ങൾ. മേഖലാ പഠനം അല്ലെങ്കിൽ പ്രാദേശിക പഠനം, മേഖലാ ആസൂത്രണം, മേഖലാ വികസനം, മേഖലാ വിശകലനം എന്നിങ്ങനെയാണ് മേഖലാ സമീപനത്തിൽ കൂടുതലായിട്ട് വരുന്നത്. മേഖലാ പഠനം, മേഖലാ ആസൂത്രണം, വികസനം, വിശകലനം എന്നിവയാണ്. ഏതൊരു ശാസ്ത്രത്തിനെയും 2 രീതിയിൽ വിശകലനം ചെയ്യപ്പെടാം. ഒന്ന് തത്വശാസ്ത്രപരമായിട്ടും, 2 പഠന രീതികളും ആധുനിക സാങ്കേതികത വഴിയും. അതായത് നമുക്ക് ഏതൊരു ശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നല്ല, ഇതിൽ നമ്മൾ ഏതൊരു ശാസ്ത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് 2 തരത്തിലാണ് ഇതിനെ വിശകലനം ചെയ്യുക. എങ്ങനെയാണ്? ഒന്ന് തത്വശാസ്ത്രപരമായിട്ടായിരിക്കും, 2 എന്ത് നോക്കും? പഠന രീതികളും ആധുനിക സാങ്കേതികത വഴിയൊക്കെ ആയിരിക്കും നോക്കാം. ഇതിൽ തത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിശാസ്ത്ര ചിന്താധാരകൾ, ചിന്തകൾ, അതുപോലെ തന്നെ മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധം, അതായത് മനുഷ്യ ആവാസ ശാസ്ത്രമൊക്കെയാണ് ഈ തത്വശാസ്ത്രത്തിൽ വരുന്നത്. ഭൂമിശാസ്ത്ര ചിന്താധാരകളും മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയാം. ഇനി പഠന രീതികൾ, സംഗീതങ്ങൾ എന്ന് പറയുമ്പോഴോ കമ്പ്യൂട്ടർ കാർട്ടോഗ്രഫി, അതുപോലെ പരിമാണ സ്ഥിതി വിവര സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പഠന രീതികളിൽ വരുന്നത്. ഇനി ഫീൽഡ് സർവേ അല്ലേ, ഫീൽഡ് സർവേ നമുക്കറിയാം. അതുപോലെ തന്നെ ജിയോ ഇൻഫോർമാറ്റിക്സ്, ഇതിൽ എന്താണ് GIS-ഉം GPS അല്ലേ, നമുക്ക് ജിയോ ഇൻഫോർമാറ്റിക്സ് വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കുമല്ലോ. അതായത് GIS-ഉം GPS ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ പറയുന്നത്, ഈ മാനവിക ഭൂമിശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഏതൊരു ശാസ്ത്രത്തിനെയും 2 രീതിയിൽ തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഒന്ന് തത്വശാസ്ത്രപരമായിട്ടാണ്, 2 പഠന രീതികളും ആധുനിക സാങ്കേതികത വഴിയാണ്. പഠന രീതികൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഈ കാർട്ടോഗ്രഫിയും, അതായത് നമ്മുടെ ഭൂപടങ്ങളിൽ നോക്കിയിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഫീൽഡ് സർവേയിലൂടെ, അത് പിന്നെ എന്താണ് ആധുനിക സാങ്കേതിക വിദ്യ, അതായത് ജിയോ ഇൻഫോർമാറ്റിക്സ്, അതായത് GIS-ഉം GPS ഒക്കെ വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കാനായിട്ട് പറ്റും. ഇനി ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ ശിലാമണ്ഡലം, ജലമണ്ഡലം, ജൈവമണ്ഡലം, അന്തരീക്ഷം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂരൂപം, കാലാവസ്ഥ, മണ്ണ്, ജലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എന്ത് വരുന്നുണ്ട്? മണ്ഡലങ്ങളിൽ ഏതൊക്കെയാണ്? ജൈവമണ്ഡലം, ശിലാമണ്ഡലം, അന്തരീക്ഷം എന്നിവയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്.
അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനെ വാരി വലിച്ച് കാണാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 2 ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും. ഭൂമിയുടെ ഉൽപ്പത്തി ഏകദേശം 46 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി ഏകദേശം എത്രയാണ് 46 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്ക് ഭൂമിയുടെ ഉൽപ്പത്തിയെ 2 ആയിട്ട് തിരിഞ്ഞിരിക്കാം. ഒന്ന് ആദ്യകാല സിദ്ധാന്തങ്ങളും 2 ആധുനിക സിദ്ധാന്തങ്ങളും. ആദ്യകാല സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നെബുല സിദ്ധാന്തം, ബൈനറി നക്ഷത്ര സിദ്ധാന്തം, പിന്നെ നെബുലാർ സിദ്ധാന്തത്തിന്റെ പരിഷ്കൃത രൂപം എന്നിവയൊക്കെ എന്താണ് ആദ്യകാല സിദ്ധാന്തങ്ങളാണ്. നെബുല സിദ്ധാന്തം, ബൈനറി നക്ഷത്ര സിദ്ധാന്തം, നെബുലാർ സിദ്ധാന്തത്തിന്റെ പരിഷ്കൃത രൂപം. നെബുല സിദ്ധാന്തമൊക്കെ കൂടുതലായിട്ട് വരുന്നത് ആദ്യകാല സിദ്ധാന്തങ്ങളിലാണ്. ഇനി ആധുനിക സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം, സ്ഥിരസ്ഥിതി സിദ്ധാന്തം. ഇതൊക്കെയാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം, പിന്നെ സ്ഥിരസ്ഥിതി സിദ്ധാന്തം. അപ്പൊ ആദ്യകാല സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നെബുലയുമായി ബന്ധപ്പെട്ടല്ലേ, നെബുല ഓക്കെ. ടെക്സ്റ്റ് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത്. നെബുല സിദ്ധാന്തം, ബൈനറി നക്ഷത്ര സിദ്ധാന്തം, അതുപോലെ തന്നെ നെബുല സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യകാല സിദ്ധാന്തങ്ങളിൽ വരുന്നുണ്ട്. ആധുനിക സിദ്ധാന്തങ്ങളിലോ മഹാവിസ്ഫോടന സിദ്ധാന്തം, സ്ഥിരസ്ഥിതി സിദ്ധാന്തമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി ആദ്യകാല സിദ്ധാന്തങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നെബുലാർ സിദ്ധാന്തം. നെബുലാർ സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മാനുവൽ ക്ലാന്റ് ആണ് ഇത് അവതരിപ്പിക്കുന്നത്. നെബുലാർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ഇമ്മാനുവൽ ക്ലാന്റ് ആണ് അല്ലേ, ഇമ്മാനുവൽ ക്ലാന്റ് ആണ്. ഇനി ലാപ്ലേസ് 1996 ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചത് ആരായിരുന്നു? ലാപ്ലേസ് ആണ്. വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായ വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായതെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. അപ്പോൾ നെബുല എന്ന് വെച്ചാൽ ഈ വാതക പിണ്ഡത്തെയാണ് നെബുല എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായത് എന്താണെന്ന് പറയുന്നത് വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായതെന്നാണ് ഈ നെബുല സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോൾ നെബുല സിദ്ധാന്തം ഇമ്മാനുവൽ ക്ലാന്റ് ആണ് അവതരിപ്പിച്ചത്. ലാപ്ലേസ് ആണ് ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചത്. വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായതെന്ന് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നു. നെക്സ്റ്റ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം. എന്താണ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം? 1900 ചാംബർലിനും മോർട്ടണും ചേർന്നാണ് അവതരിപ്പിച്ചത്. 1900 ചാംബർലിനും മോർട്ടണും ചേർന്നാണ് അവതരിപ്പിച്ചത്. രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായി സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറി ഗ്രഹങ്ങൾ രൂപപ്പെട്ടു. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടതെന്നാണ്. രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറി രൂപപ്പെട്ടു എന്ന് പറയുന്നു. ഇനി പുനരാവിഷ്കരിച്ച നെബുലാർ സിദ്ധാന്തം നമ്മൾ പറഞ്ഞു അല്ലേ, നേരത്തെ 3 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നെബുലാർ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കൃത രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ പറയുന്നത്? ഓട്ടോ സ്മിത്ത്, കാൾ വിസാസ്കർ എന്നിവർ 1950 നെബുലാർ സിദ്ധാന്തത്തെ പുനരാവിഷ്കരിച്ചു. സൂര്യനെ ചുറ്റി ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയ ഒരു വാതക മേഘ പിണ്ഡം സ്ഥിതി ചെയ്യുന്നുണ്ട്. വാതക പിണ്ഡത്തിൻ്റെ പദാർത്ഥങ്ങളുടെ ഘർഷണവും കൂട്ടിയിടിയും നിമിത്തം പദാർത്ഥങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ട് ഗ്രഹങ്ങൾ രൂപം കൊണ്ടു. അതായത് നെബുലാർ സിദ്ധാന്തത്തിൽ നമ്മൾ പറഞ്ഞു ഗ്രഹങ്ങളൊക്കെ രൂപം കൊണ്ടത് പൊടിപടലങ്ങളും അതുപോലെ തന്നെ ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ പുനരാവിഷ്കരിച്ചിട്ടുള്ള നെബുലാർ സിദ്ധാന്തത്തിൽ പറയുന്നത് എന്താണ്? ഈ സൂര്യനെ ചുറ്റി ഹൈഡ്രജനും ഹീലിയവും പൊടിപടലങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വാതക മേഘപിണ്ഡം ഉണ്ടായിരുന്നു അല്ലേ. ഈ വാതക മേഘപിണ്ഡത്തിലെ പദാർത്ഥങ്ങൾ ഘർഷണം മൂലം അതുപോലെ തന്നെ കൂട്ടിയിടിയും മൂലമൊക്കെ എന്ത് സംഭവിക്കുകയാണ്? ഈ കൂട്ടിയിടിയും അതുപോലെ തന്നെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടാണ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടതെന്ന് പറയുന്നു. അപ്പം 3 സിദ്ധാന്തം പറഞ്ഞു. അതായത് ആദ്യകാല സിദ്ധാന്തങ്ങളിൽ നെബുലാർ സിദ്ധാന്തം പറഞ്ഞു, ബൈനറി നക്ഷത്ര സിദ്ധാന്തം പറഞ്ഞു, അതിനെ പുനരാവിഷ്കരണം പറഞ്ഞു അല്ലേ. നെബുലാർ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഇമ്മാനുവൽ ക്ലാന്റ് ആണ് അവതരിപ്പിച്ചത്.
ലാപ്ലേസ് ഈ സിദ്ധാന്തം പുനരാവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം ചൂടുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നു. ഇനി പുനരാവിഷ്കരിച്ചതിൽ ആരാണ്? ഓട്ടോ സ്മിത്തും കാൾ ഇസാസ്കറും ചേർന്നിട്ടാണ് പുനരാവിഷ്കരിച്ചിട്ടുള്ളത് അല്ലേ. 1980 പുനരാവിഷ്കരിച്ചത്. ഇതിൽ പറയുന്നത് ഈ വാതക പിണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഈ വാതക പിണ്ഡത്തിലെ പദാർത്ഥങ്ങൾ അല്ലേ, പദാർത്ഥങ്ങളുടെ ഘർഷണവും കൂട്ടിയിടിയും നിമിത്തം പദാർത്ഥങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടാണ് അല്ലേ. എന്താണ്? പദാർത്ഥങ്ങളുടെ ഘർഷണവും കൂട്ടിയിടിയും മൂലം പദാർത്ഥങ്ങളുടെ കൂടിച്ചേരലിൻ്റെ ഫലമായിട്ടാണ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടതെന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ബൈനറി നക്ഷത്ര സിദ്ധാന്തമാണ്. ഇവിടെ എന്താ പറയുന്നത്? 1900 ചാമ്പർലിനും മോർട്ടണും ചേർന്നിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായി സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ട് ഗ്രഹങ്ങൾ രൂപപ്പെട്ടു. എന്താണ്? രണ്ടാമതൊരു നക്ഷത്രത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ട് ഗ്രഹങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്ന ആധുനിക സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ്. ബിഗ് ബാങ് സിദ്ധാന്തവും അതുപോലെ തന്നെ അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ സ്ഥിരസ്ഥിതി സിദ്ധാന്തം. ഇതിലെന്താണ് ബിഗ് ബാങ് സിദ്ധാന്തം അല്ലെങ്കിൽ എന്താണ് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്ന് വെച്ചാൽ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഏറ്റവും ആധുനികമായ സിദ്ധാന്തമാണ് ബിഗ് ബാങ് സിദ്ധാന്തം. അല്ലാന്നുണ്ടെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. 1920 എഡ്വിൻ ഹബിളാണ് ഇത് അവതരിപ്പിച്ചത്. എഡ്വിൻ ഹബിളാണ് അവതരിപ്പിച്ചത്. ബിഗ് ബാങ് സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? എഡ്വിൻ ഹബിളാണ്. ഇനി മഹാവിസ്ഫോടനത്തിന് 3 ഘട്ടങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായ ചൂടും സാന്ദ്രതയുമുള്ള ചെറു കണികയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മഹാവിസ്ഫോടനത്തിൻ്റെ അതായത് ഈ പറഞ്ഞ മഹാവിസ്ഫോടനത്തിൻ്റെ ബിഗ് ബാങ് സിദ്ധാന്തം അല്ലേ പറഞ്ഞത്. ഇതിൽ 3 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായ ചൂടും സാന്ദ്രതയുമുള്ള ചെറു കണികയിൽ ഉൾക്കൊണ്ടിരുന്നു. അതുപോലെ ഏകദേശം 13.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതിഭീകരമായി പൊട്ടിത്തെറിച്ചു. ഏകദേശം 13.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതിഭീകരമായി പൊട്ടിത്തെറിച്ചു. പ്രപഞ്ച വികാസം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഊഷ്മാവ് താഴ്ന്നു. പ്രപഞ്ചം സുതാര്യമായി. അപ്പോൾ ഇതിൽ പറയുന്നത് ബിഗ് ബാങ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രപഞ്ചോൽപത്തിയെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തമാണ്. മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് അല്ലേ. വിസ്ഫോടനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് എന്താണ്? പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി പ്രപഞ്ച വികാസ സിദ്ധാന്തം എന്ന് അതിന് അറിയപ്പെടുന്നുണ്ട്. എഡ്വിൻ ഹബിളാണ് അവതരിപ്പിച്ചത്. ഇനി 3 ഘട്ടങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായ ചൂടും സാന്ദ്രതയുമുള്ള ചെറു കണികയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 13.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇത് പൊട്ടിത്തെറിച്ചു അല്ലേ. പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെ പ്രപഞ്ച വികാസം ആരംഭിക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ ഊഷ്മാവ് താഴാണ്. ഊഷ്മാവ് താഴ്ന്നപ്പോഴാണ് പ്രപഞ്ചം സുതാര്യമായത്. നെക്സ്റ്റ് എന്താണ്? സ്ഥിരസ്ഥിതി സിദ്ധാന്തം. സ്ഥിരസ്ഥിതി സിദ്ധാന്തം ഇവിടെ നമ്മെ അതല്ലേ സ്റ്റഡി സ്റ്റേറ്റ് തിയറി. എന്താണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെ ഇല്ലേ. എന്താണ്? ആരാണ് അവതരിപ്പിച്ചത്? എഫ് ഹോയിലാണ് അവതരിപ്പിച്ചത്. ഈ സിദ്ധാന്ത പ്രകാരം ആരംഭകാലം മുതൽ പ്രപഞ്ചം ഒരേ സ്ഥിതിയിൽ തന്നെയാണെന്ന് വാദിക്കുന്നു. എന്താണ്? പ്രപഞ്ചം ഒരേ സ്ഥിതിയിൽ തന്നെയാണ്. ആദ്യം മുതൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരേ സ്ഥിതിയിൽ തന്നെയാണെന്ന് വാദിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാല സിദ്ധാന്തങ്ങൾ പറഞ്ഞു. നെബുല സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്തായിരുന്നു? വളരെയധികം ചൂടും പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള വാതക പിണ്ഡത്തിൽ നിന്നാണ് ഗ്രഹങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. നെബുലാർ സിദ്ധാന്തത്തിനെ പരിഷ്കൃത രൂപത്തിൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ എന്താണ് ഈ വാതക പിണ്ഡത്തിൽ പദാർത്ഥങ്ങളെ കൂട്ടിയിടിയും അതുപോലെ തന്നെ ഘർഷണമൊക്കെ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടതെന്ന് പറഞ്ഞു. ഇനി ബൈനറി നക്ഷത്ര സിദ്ധാന്തത്തിൽ എന്താ പറഞ്ഞത്? ബൈനറിയിൽ എന്താ പറഞ്ഞത്? സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ടാണ് അല്ലേ. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും പദാർത്ഥങ്ങൾ അടർന്നു മാറിയിട്ടാണ് ഗ്രഹങ്ങൾ രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. ഇനി ആധുനിക സിദ്ധാന്തങ്ങളിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം പഠിച്ചു. സ്ഥിരസ്ഥിതി സിദ്ധാന്തം പഠിച്ചു. മഹാവിസ്ഫോടന സിദ്ധാന്തം വെച്ചാൽ എന്താണ്? പൊട്ടിത്തെറിക്കാൻ അല്ലേ. പൊട്ടിത്തെറിച്ചപ്പോൾ എന്ത് സംഭവിച്ചത്? പ്രപഞ്ചം വികാസം ആരംഭിച്ചു. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം അത് താഴ്ന്നുണ്ട്. ഊഷ്മാവ് താഴ്ന്നുണ്ട്. അപ്പോഴാണ് പ്രപഞ്ചം സുതാര്യമായെന്ന് പറയുന്നു. ഇനി ഈ നെബുലാർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ഇമ്മാനുവൽ ക്ലാൻഡ് ആണ് ഈ നെബുലാർ സിദ്ധാന്തം അവതരിപ്പിച്ചത്. നെബുലാർ സിദ്ധാന്തത്തിൻ്റെ പരിഷ്കൃത രൂപം അവതരിപ്പിച്ചത് ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ആരാണ്? ഓട്ടോ സ്മിത്തും കാൾ ഇസാസ്കറും ആണ് അല്ലേ.
അപ്പോൾ കാൾ സ്മിത്താണ് പഠിച്ചിരിക്കല്ലേ, കാൾ സ്മിത്ത് എന്നൊക്കെ പഠിച്ചു വെച്ചിരിക്കുക അല്ലേ. ഇനി നെക്സ്റ്റ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരായിരുന്നു? ബൈനറി ആരാണ്? ചാംബർലിനും മോർട്ടൺ ആണ് അല്ലേ. ചാംബർലിനും മോർട്ടൺ ആണ്. ചാംബർലിനും അതുപോലെ തന്നെ മോർട്ടൺ ആണ് ബൈനറി നക്ഷത്ര സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇനി ആധുനിക സിദ്ധാന്തങ്ങളിലെ മഹാവിസ്ഫോടന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരായിരുന്നു? എഡ്വിൻ ഹംബിൾ ആണ് അല്ലേ. ഹംബിൾ അല്ലേ, എഡ്വിൻ ഹംബിൾ ആണ് മഹാവിസ്ഫോടനം. ഹംബിൾ, മഹാഹംബിൾ. ഓക്കെ, മഹാവിസ്ഫോടനം ഹംബിൾ. ഇനി സ്ഥിരസ്ഥിതി സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്ഥിരസിദ്ധാന്തം ആരായിരുന്നു? സ്ഥിരസ്ഥിതി എന്ന് പറയുമ്പോൾ ആരാണ്? ഹെയ്ലാണ് അല്ലേ. ആരാണ്? ഹെയ്ലല്ലേ ആയിരുന്നത്? ഹെയ്ലല്ല, ഹോയിൽ കേട്ടോ. ഹോയിൽ. ഓക്കെ, ഹോയിലാണ് സ്ഥിരസ്ഥിതി സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഹോയിലാണ്. ക്ലിയർ ആണല്ലോ, ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് എന്താണ് പ്രകാശവർഷം? പ്രകാശവർഷം നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ രൂപീകരണം, ഇപ്പോൾ സൗരയൂഥത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗരയൂഥം രൂപീകരിച്ചത് എന്നാണ്? അപ്പോൾ പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറഞ്ഞു. ഇനി സൗരയൂഥം രൂപീകരിച്ചത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 5 മുതൽ 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം. ഗ്രഹം രൂപീകരിച്ചത് 4.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളും വിവിധ വാതകങ്ങളും ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥം എന്ന് പറയുമ്പോൾ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളുണ്ട്, അവയുടെ ഉപഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ചേർന്നതാണ് സൗരയൂഥം അല്ലേ. പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് അല്ലേ. നമുക്ക് ഫിസിക്സിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് അല്ലേ. ഫിസിക്സിൽ സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ടല്ലോ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് സൗരയൂഥത്തിൽ വരുന്നത്. അതിൽ അന്തർഗ്രഹങ്ങളുണ്ട്, ബാഹ്യഗ്രഹങ്ങളുണ്ട്. ആദ്യത്തെ 4 പറഞ്ഞില്ലേ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഇവ 4 എന്താണ്? അന്തർഗ്രഹങ്ങളാണ്. ബാക്കി 4 എന്താണ്? ബാഹ്യഗ്രഹങ്ങളാണ്. അന്തർഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അതുപോലെ തന്നെ സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ബെൽറ്റിനും ഇടയിൽ കാണപ്പെടുന്നത് ഏതാണ്? അന്തർഗ്രഹങ്ങളാണ്. സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ബെൽറ്റിനും ഇടയിൽ കാണപ്പെടുന്നതാണ് അന്തർഗ്രഹങ്ങൾ. ഇനി ഭൗമഗ്രഹങ്ങൾ എന്ന് അന്തർഗ്രഹങ്ങളെ അറിയപ്പെടുന്നുണ്ട്. ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അന്തർഗ്രഹങ്ങളെയാണ്. ശിലകളും ധാതുക്കളും നിറഞ്ഞ സാന്ദ്രത കൂടിയ ഗ്രഹങ്ങളാണ്. ശിലകളും ധാതുക്കളും ഒക്കെ അന്തർഗ്രഹങ്ങളിലാണ് ഉള്ളത്. അതായത് ശിലകളും ധാതുക്കളും നിറഞ്ഞിട്ടുള്ള സാന്ദ്രത കൂടിയ ഗ്രഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ അന്തർഗ്രഹങ്ങളിലാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് വരുന്നത്. സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ഇടയിലാണ് കാണപ്പെടുന്നത്. ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. ഇനി ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യഗ്രഹങ്ങൾ. വാതക ഭീമന്മാർ അല്ലേ. ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വാതക ഭീമന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴ സമാനമായ ഗ്രഹങ്ങളാണ്. കൂടുതലും എന്താണ്? വ്യാഴ സമാനമായ ഗ്രഹങ്ങളാണ്. വലിപ്പം കൂടിയ ഗ്രഹങ്ങളാണ്. ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ അന്തർഗ്രഹങ്ങളുണ്ട്, ബാഹ്യഗ്രഹങ്ങളുണ്ട്. അന്തർഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് വരുന്നത്. ഇനി അന്തർഗ്രഹങ്ങളിൽ സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങളുടെ ബെൽറ്റിനുമിടയിൽ കാണപ്പെടുന്നു. ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. ശിലകളും ധാതുക്കളും നിറഞ്ഞ സാന്ദ്രത കൂടിയ ഗ്രഹങ്ങളാണ് അന്തർഗ്രഹങ്ങൾ. ഇനി ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴോ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ വാതക ഭീമന്മാർ. അതുപോലെ വ്യാഴ സമാനമായ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ. വലിപ്പം കൂടിയ ഗ്രഹങ്ങളാണ്. ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ. ഇനി ചന്ദ്രന്റെ രൂപീകരണം. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ അല്ലേ. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ബിഗ് സ്പ്ലാറ്റ് സിദ്ധാന്തം എന്താ പറയുന്നത്? 4.44 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ആകാശഗോളം ഭൂമിയിൽ വന്നിടിച്ചതിൻ്റെ ഫലമായി ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം അടർന്നു മാറുകയും ഈ ഭാഗം കാലക്രമത്തിൽ ഭൂമിയെ ചുറ്റാൻ തുടങ്ങുകയും ചെയ്തു. എന്താ പറയുന്നത്? ബിഗ് സ്പ്ലാറ്റ് സിദ്ധാന്തത്തിലൂടെയാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം വന്നതെന്നാണ് പറയുന്നത്.
അങ്ങനെയാണ് 4.44 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ആകാശഗോളം ഭൂമിയിൽ വന്നിടിച്ചു അല്ലേ. ചൊവ്വയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു ആകാശഗോളം ഭൂമിയിൽ വന്നിടിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമിയിൽ നിന്നൊരു ഭാഗം അടർന്നു മാറി. അങ്ങനെ ഇത് ഭൂമിയെ ചുറ്റാൻ തുടങ്ങി അല്ലേ. ഭൂമിയെ ചുറ്റാൻ തുടങ്ങി. ഈ ഭാഗം പിന്നീട് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ചന്ദ്രൻ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇനി ഭൂമിയുടെ പരിണാമം. ആരംഭകാലത്ത് കല്ലും പാറയും നിറഞ്ഞ ചൂടുള്ള തരിശു മേഖലയായിരുന്നു ഭൂമി. ആദ്യം ഒക്കെ കല്ലും പാറയും മാത്രമേ ഉള്ളൂ അല്ലേ. കല്ലും പാറയും നിറഞ്ഞിട്ടുള്ള തരിശു മേഖലയായിരുന്നു ഭൂമി. പിന്നീട് ഏകദേശം 4.6 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടായത്. എത്രയാണ്? 4.6 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ഇനി അന്തരീക്ഷത്തിന്റെ രൂപീകരണം. അന്തരീക്ഷ രൂപീകരണത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഭൂമിയുടെ ആദിമ അന്തരീക്ഷം ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞതായിരുന്നു. സൗരക്കാറ്റിന്റെ സാന്നിധ്യ നിമിത്തം ഈ വാതകങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതാണ് അന്തരീക്ഷ രൂപീകരണത്തിന്റെ 1-ാം ഘട്ടം. അപ്പോൾ അന്തരീക്ഷ രൂപീകരണത്തിന്റെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയം മാത്രമുള്ളായിരുന്നു അല്ലേ. പിന്നീട് സൗരക്കാറ്റിന്റെ സാന്നിധ്യം മൂലമാണ് ഈ വാതകങ്ങൾ നീക്കം ചെയ്യപ്പെട്ടത്. ഇനി ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ വിവിധ വാതകങ്ങളും ജലബാഷ്പവും അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ പ്രക്രിയയാണ് ഡീഗ്യാസിംഗ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഡീഗ്യാസിംഗ് എന്ന് വെച്ചാൽ ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചില വാതകങ്ങളും ജലബാഷ്പവും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് കടക്കാണ്. ആ പ്രക്രിയയെ ഡീഗ്യാസിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിൽ ഇന്ന് കാണുന്ന വാതകങ്ങളെല്ലാം എത്തിച്ചേർന്നു. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെയും കുറേ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷ രൂപീകരണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. 1-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഹീലിയം മാത്രമുള്ളതായിരുന്നു. പിന്നീട് സൗരക്കാറ്റ് വന്നു. സൗരക്കാറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ വാതകങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നത്. പിന്നെ ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ വാതകങ്ങളും ജലബാഷ്പമൊക്കെ അന്തരീക്ഷത്തിലേക്ക് കടന്നു. അതിനെ ഡീഗ്യാസിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് കാണുന്ന വാതകങ്ങളെല്ലാം എത്തിച്ചേർന്നു അല്ലേ. ഇനി സമുദ്ര രൂപീകരണം എത്ര വർഷങ്ങൾക്ക് മുമ്പാന്ന് പറയുന്നുണ്ട്? 5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സമുദ്ര രൂപീകരണം. ഇനി ജീവന്റെ രൂപീകരണം 3.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവന്റെ രൂപീകരണം. ക്ലിയർ ആണല്ലോ? ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2-ാമത്തെ ചാപ്റ്ററിൽ സൗരയൂഥത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ 2-ാമത്തെ ചാപ്റ്ററും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ. നമുക്ക് ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. 1-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് അധികം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് നമ്മൾ NCERT നോക്കണ കാരണം ആ ഫസ്റ്റ് ഭാഗം കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നെക്സ്റ്റ് 3-ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഭൂമിയുടെ ഉള്ളറ എന്നാണ്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവര സ്രോതസ്സുകൾ. ഭൂമിയുടെ ആരം 6370 കിലോമീറ്ററാണ്. 6370 കിലോമീറ്ററാണ് ഭൂമിയുടെ ആരം. പരോക്ഷമായ തെളിവുകളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൗമാന്തർഭാഗത്തെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യക്ഷ വിവര സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? എന്താണ്? ഖനന മേഖലകൾ. ഭൂമിയിലെ ആഴമേറിയ സ്വർണ്ണഖനി സൗത്ത് ആഫ്രിക്കയിലാണ്. ഇതിൻ്റെ ആഴം 3 മുതൽ 4 കിലോമീറ്റർ വരെയാണ്. ഇത്തരം മേഖലയിൽ നിന്നും ലഭിക്കുന്ന ശിലാപദാർത്ഥങ്ങൾ നല്ലൊരു വിവര സ്രോതസ്സാണ്. അപ്പോൾ ഭൂമിയിലെ ആഴമേറിയിട്ടുള്ള സ്വർണ്ണഖനി എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ഇതിൻ്റെ ആഴം എത്രയാണ്? 3 മുതൽ 4 കിലോമീറ്റർ വരെയാണ്. ഇത്തരം മേഖലയിൽ നിന്നും ലഭിക്കുന്ന ശിലാപദാർത്ഥങ്ങൾ നല്ലൊരു വിവര സ്രോതസ്സാണ്. നെക്സ്റ്റ് സമുദ്ര പര്യവേഷണ പ്രൊജക്റ്റുകൾ. ഇത്തരത്തിലുള്ള 2 പ്രൊജക്റ്റുകളാണ് ഡീപ്പ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും ഇൻ്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും. ഡീപ്പ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും ഇൻ്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രൊജക്റ്റും. നെക്സ്റ്റ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അഗ്നിപർവ്വതജന്യമായ ശിലാദ്രവം, അതായത് മാഗ്മയിൽ നിന്ന് വരുന്ന ദ്രവമുണ്ടല്ലോ, ശിലാദ്രവം അല്ലേ, അതിൻ്റെ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമിയുടെ ഉള്ളറയെ മനസ്സിലാക്കാൻ പറ്റും. അതായത് മാഗ്മയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ ഉള്ളറയെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് പ്രത്യക്ഷ വിവര സ്രോതസ്സുകളിൽ വരുന്നത്. ഏതൊക്കെയാണ് പറഞ്ഞത്? 1 സമുദ്ര പര്യവേഷണ പ്രൊജക്റ്റുകൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഖനന മേഖലകൾ പറഞ്ഞു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പറഞ്ഞു. നെക്സ്റ്റ് പരോക്ഷ വിവര സ്രോതസ്സുകളാണ്. ഭൗമാന്തർഭാഗത്തു നിന്നും ലഭിക്കുന്ന പദാർത്ഥങ്ങളുടെ വിശകലനം, ഭൂഗുരുത്വാകർഷണം, ഭൗമകാന്തിക മണ്ഡലം, ഭൂകമ്പ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? പരോക്ഷ വിവര സ്രോതസ്സുകളാണ്. എന്താണ് ഭൂകമ്പം എന്ന് വെച്ചാൽ?
ഭൗമപാളികൾക്ക് ഉണ്ടാകുന്ന കമ്പനമാണ് ഭൂകമ്പം. ഭൂകമ്പം എന്ന് വെച്ചാൽ എന്താണ്? ഭൗമപാളികൾക്ക് ഉണ്ടാകുന്ന കമ്പനത്തെയാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. ഭൗമാന്തർഭാഗത്ത് സംഭരിക്കപ്പെട്ട ഊർജം മോചിപ്പിക്കപ്പെട്ട് തരംഗരൂപത്തിൽ വിവിധ ദിശകളിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഭൂകമ്പത്തിന് കാരണം. അപ്പോൾ ഭൂകമ്പത്തിന് കാരണം എന്താണ്? ഭൗമാന്തർഭാഗത്ത് സംഭരിക്കപ്പെട്ട ഊർജം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ഊർജം ഉണ്ടല്ലോ, ഈ ഊർജം മോചിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? തരംഗരൂപത്തിൽ വിവിധ ദിശകളിലേക്ക് സഞ്ചരിക്കും. ഇതിനെയാണ് ഭൂകമ്പം. ഇതാണ് ഭൂകമ്പത്തിന് കാരണമാകുന്നത്. ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ എന്താണ്? ഹൈപ്പോ സെന്റർ ആണ്. ഫോക്കസ് അല്ലേ? പ്രഭവ കേന്ദ്രം ഹൈപ്പോ സെന്റർ ആണ് ഭൂവൽക്കത്തിനുള്ളിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇനി ഫോക്കസിന് ലംബമായോ അടുത്തായോ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള കേന്ദ്രമാണ് അതികേന്ദ്രം അല്ലെങ്കിൽ എപ്പി സെന്റർ എന്ന് പറയുന്നത്. എന്താണ്? ഫോക്കസിന് ലംബമായോ അടുത്തായോ ഭൗമോപരിതലത്തിലുള്ള കേന്ദ്രത്തെയാണ് അതികേന്ദ്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത് അതികേന്ദ്രത്തിൽ നിന്നാണ്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ആദ്യമായിട്ട് ഈ ഭൂകമ്പ തരംഗങ്ങളൊക്കെ എത്തിച്ചേരുന്നത് എവിടെ നിന്നാണ്? അതികേന്ദ്രത്തിൽ നിന്നാണ്. ഇനി ഭൂവൽക്കത്തിനുള്ളിൽ ഊർജ്ജം മോചിപ്പിക്കപ്പെടുന്ന ഭാഗം ഏതായിരുന്നു? പ്രഭവ കേന്ദ്രമാണ്. ഇത് എത്തിച്ചേരുന്ന ഭാഗം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതികേന്ദ്രത്തിൽ നിന്നാണ്. അതികേന്ദ്രം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തുള്ള ഭാഗമാണ്. അതിനാൽ തന്നെ അവിടെ നിന്നാണ് എന്ത് വരുന്നത്? ഈ ഭൂകമ്പം വരുന്നത് അല്ലേ? ഭൂകമ്പ തരംഗങ്ങൾ വരുന്നത്. ഇനി ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനമാണ് സിസ്മോളജി. ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനമാണ് സിസ്മോളജി. ഭൂകമ്പം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സിസ്മോഗ്രാഫാണ്. ഭൂകമ്പം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സിസ്മോഗ്രാഫാണ്. അപ്പോൾ ഭൂകമ്പം എന്ന് വെച്ചാൽ ഈ ഭൗമപാളികൾക്ക് ഉണ്ടാകുന്ന കമ്പനത്തെയാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഉള്ളിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള ഊർജ്ജം ഉണ്ടല്ലോ, അത് മോചിപ്പിക്കപ്പെടുമ്പോൾ ഇത് പല ദിശകളിലേക്കും സഞ്ചരിക്കും. തരംഗ രൂപത്തിലാണ് വിവിധ ദിശകളിലേക്ക് സഞ്ചരിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭൂകമ്പത്തിന് കാരണം. ഇനി ഭൂവൽക്കത്തിനുള്ളിൽ ഊർജ്ജം മോചിപ്പിക്കപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രഭവ കേന്ദ്രമാണ്. ഇനി ഈ ഫോക്കസിന് ലംബമായിട്ട്, അതായത് ഈ പ്രഭവ കേന്ദ്രത്തിനടുത്തായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തായിട്ട് കാണപ്പെടുന്നതാണ് അതികേന്ദ്രം. അവിടെ നിന്നാണ് ഇന്ന് വരുന്നത് ഈ ഭൂകമ്പം വരുന്നത് അല്ലേ? ഭൂകമ്പം അതായത് ഈ തരംഗങ്ങളൊക്കെ വരുന്നത്. ഇനി ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനമാണ് സിസ്മോളജി. ഭൂകമ്പം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സിസ്മോഗ്രാഫാണ്. ഇനി ഭൂകമ്പ തരംഗങ്ങൾ രണ്ട് വിധമുണ്ട്. ബോഡി തരംഗങ്ങളുണ്ട്, പ്രതല തരംഗങ്ങളുണ്ട്. എന്താണ്? ബോഡി തരംഗങ്ങളുണ്ട്, പ്രതല തരംഗങ്ങളുണ്ട്. എന്താണ് ബോഡി തരംഗങ്ങൾ എന്ന് വെച്ചാൽ? പ്രഭവ കേന്ദ്രത്തിൽ രൂപപ്പെടുന്ന തരംഗങ്ങൾ ഭൗമാന്തർഭാഗത്ത് എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കും. ഇതാണ് ബോഡി തരംഗങ്ങൾ. പ്രഭവ കേന്ദ്രത്തിൽ രൂപപ്പെടുന്ന തരംഗങ്ങൾ ഭൂമിയുടെ അന്തർഭാഗത്ത് എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം? ബോഡി തരംഗങ്ങൾ എന്ന് പറയാം. ഈ ബോഡി തരംഗങ്ങളെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. പ്രാഥമിക തരംഗങ്ങളെന്നും ദ്വിതീയ തരംഗങ്ങളെന്നും. പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പി തരംഗങ്ങളെന്ന്, അല്ലെങ്കിൽ ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ എസ് തരംഗങ്ങൾ അല്ലേ? അപ്പോൾ എന്താണ് ഈ പ്രാഥമിക തരംഗങ്ങളും എസ് തരംഗങ്ങളും? അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. ഭൂകമ്പ തരംഗങ്ങൾ രണ്ട് തരമുണ്ട്. ബോഡി തരംഗങ്ങളുണ്ട്, പ്രതല തരംഗങ്ങളുണ്ട്. ബോഡി തരംഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രഭവ കേന്ദ്രത്തിൽ രൂപപ്പെടുന്ന തരംഗങ്ങൾ ഭൗമാന്തർഭാഗത്ത് എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കാം. അതിനെയാണ് ബോഡി തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ബോഡി തരംഗങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രാഥമിക തരംഗങ്ങളെന്നും ദ്വിതീയ തരംഗങ്ങളെന്നും. പ്രാഥമിക തരംഗങ്ങൾ എന്ന് വെച്ചാൽ പി തരംഗമാണ്. ദ്വിതീയ തരംഗം എന്ന് വെച്ചാൽ എസ് തരംഗമാണ്. ഇനി എന്താണ് പ്രാഥമിക തരംഗം, അതുപോലെ തന്നെ ദ്വിതീയ തരംഗം എന്നൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. ഈ പി തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വേഗത കൂടുതലുള്ളതായിരിക്കും. ഏറ്റവും വേഗത ഏറിയ തരംഗങ്ങളായിരിക്കും. ഭൗമോപരിതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നു. എവിടെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിലാണ് ആദ്യം എത്തിച്ചേരുന്നത്. ഖരദ്രാവക വാതക മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ശബ്ദ തരംഗങ്ങളോട് സാദൃശ്യമുണ്ട്. തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും വേഗതയേറിയ തരംഗങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ആദ്യം എത്തിച്ചേരുന്നു. ഖരദ്രാവക വാതക മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ശബ്ദ തരംഗങ്ങളോട് സാദൃശ്യമുണ്ട്. തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു. ഇനി എന്താണ് എസ് തരംഗങ്ങൾ എന്ന് വെച്ചാൽ? പി തരംഗങ്ങളെക്കാളും വേഗത കുറവായിരിക്കും. ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം പിടിക്കുന്നുണ്ട്. ഇനി ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. ഭൂമിയുടെ ഉള്ളറയെ പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകുന്ന തരംഗങ്ങളാണ് എസ് തരംഗങ്ങൾ. ഭൂമിയുടെ ഉള്ളറയെ പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകുന്ന തരംഗങ്ങളാണ് എസ് തരംഗങ്ങൾ. തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. അപ്പോൾ പി തരംഗങ്ങളുണ്ട്, എസ് തരംഗങ്ങളുണ്ട്,
പി എന്ന് വെച്ചാൽ എന്താണ് പ്രാഥമികമാണ്, എസ് എന്ന് വെച്ചാൽ എന്താണ് സെക്കൻഡറി, അതായത് ദ്വിതീയ തരംഗങ്ങളാണ്. പി തരംഗങ്ങൾക്ക് വേഗത കൂടുതലായിരിക്കും, എന്നാൽ എസ് തരംഗങ്ങൾക്ക് വേഗത കുറവായിരിക്കും. പി തരംഗങ്ങളാണ് ആദ്യമായിട്ട് എത്തുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ആദ്യം എത്തിച്ചേർന്ന തരംഗം ചോദിക്കുകയാണെങ്കിൽ പി തരംഗമാണ്. എസ് തരംഗങ്ങൾ കുറച്ചധികം സമയം പിടിക്കും. ഇനി ഖരദ്രാവക മാധ്യമങ്ങളിലൂടെ പി ദ്രാവകം സഞ്ചരിക്കുന്നുണ്ട്, എന്നാൽ എസ് ദ്രാവകമല്ല കേട്ടോ, തരംഗം കേട്ടോ. എന്താണ് പി തരംഗങ്ങൾ ഖരദ്രാവക വാതക മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, എന്നാൽ എസ് തരംഗങ്ങൾ ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഇനി പി തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങളോട് സാദൃശ്യമുണ്ടായിരിക്കും. എസ് തരംഗങ്ങൾ ഭൂമിയുടെ ഉള്ളറയെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്ന തരംഗങ്ങളാണ്. ഇനി പി തരംഗങ്ങൾ തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്, എന്നാൽ എസ് തരംഗങ്ങളോ തരംഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് പ്രതല തരംഗങ്ങൾ? ബോഡി തരംഗങ്ങൾ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ് പ്രതല തരംഗങ്ങൾ. എന്താണ് പ്രതല തരംഗങ്ങൾ? ബോഡി തരംഗങ്ങൾ ഉപരിതല ശിലകളുമായി പ്രതിപ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ് പ്രതല തരംഗങ്ങൾ. സിസ്മോഗ്രാഫിയിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തുന്ന തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. സിസ്മോഗ്രാഫിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തുന്ന തരംഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് പ്രതല തരംഗങ്ങളാണ്. ഈ പ്രതല തരംഗങ്ങൾ ഏറ്റവും വിനാശകാരിയായ തരംഗങ്ങളാണ്. അതുപോലെ ശിലകളുടെ സ്ഥാനമാറ്റത്തിനും കെട്ടിടങ്ങളുടെ നാശത്തിനും കാരണമാകുന്ന തരംഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് പ്രതല തരംഗങ്ങളാണ്. അപ്പോൾ പ്രതല തരംഗങ്ങൾ ബോഡി തരംഗങ്ങൾ ഉപരിതല ശിലകളുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ്. എന്താണ് ബോഡി തരംഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ? ബോഡി തരംഗങ്ങളിൽ എന്താണ് പി തരംഗങ്ങളും എസ് തരംഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സിസ്മോഗ്രാഫിൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തുന്ന തരംഗം ചോദിക്കുകയാണെങ്കിലും എന്താണ് പ്രതല തരംഗങ്ങളാണ്. ഇനി ഏറ്റവും വിനാശകാരിയായ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. ശിലകളുടെ സ്ഥാനമാറ്റത്തിനും കെട്ടിടങ്ങളുടെ നാശത്തിനും കാരണമാകുന്ന തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. നെക്സ്റ്റ് നിഴൽ മേഖല. ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സിസ്മോഗ്രാഫിൽ ചില പ്രത്യേക മേഖലകളിൽ തരംഗങ്ങളെ രേഖപ്പെടുത്താറില്ല. ഈ പ്രദേശങ്ങൾ നിഴൽ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ അതികേന്ദ്രത്തിൻ്റെയും നിഴൽ മേഖല വ്യത്യസ്തമാണ്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇതാണ് സീസ്മോഗ്രാഫാണ്. ഈ സീസ്മോഗ്രാഫിൽ ചില മേഖലകളിൽ പ്രത്യേക തരംഗങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നിഴൽ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഈ നിഴൽ മേഖല എന്ന് പറയുന്നതും ഓരോ അതികേന്ദ്രത്തിലും വ്യത്യസ്തമായിരിക്കും. ഇനി പി തരംഗങ്ങളുടെ നിഴൽ മേഖല അതികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. എസ് തരംഗത്തിൻ്റെ നിഴൽ മേഖല അതികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. പി തരംഗങ്ങളുടെ നിഴൽ മേഖല അതികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. എസ് തരംഗത്തിൻ്റെ നിഴൽ മേഖല അതികേന്ദ്രത്തിൽ നിന്നും 105 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. ഇനി വിവിധ തരം ഭൂകമ്പങ്ങളുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെക്ടോണിക് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭ്രംശന ഫലമായി ശിലകൾ തെന്നി മാറുന്നതുമായി ബന്ധപ്പെട്ട ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ജോഗ്രഫിയിലൊക്കെ ടെക്ടോണിക് ചലനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് രൂപപ്പെട്ടത്, അങ്ങനെയൊക്കെ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭ്രംശന ഫലമായി ശിലകൾ തെന്നി മാറുന്നതുമായി ബന്ധപ്പെട്ട ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. സർവ്വസാധാരണമായ ഭൂകമ്പങ്ങളാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഇനി അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ്? അഗ്നിപർവ്വതങ്ങൾ സജീവമായ മേഖലകളിൽ രൂപപ്പെടുന്ന ഭൂകമ്പങ്ങളാണ് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. ഇനി കൊളാപ്സ് ഭൂകമ്പങ്ങൾ. എന്താണ് കൊളാപ്സ് എന്ന് വെച്ചാൽ? കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഖനികളുടെ മേൽത്തട്ട് തകർന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട ഭൂകമ്പങ്ങളാണ് കൊളാപ്സ് ഭൂകമ്പങ്ങൾ. ഖനികളുടെ മേൽത്തട്ട് തകർന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട ഭൂകമ്പങ്ങളാണ് കൊളാപ്സ് ഭൂകമ്പങ്ങൾ. ഇനി സ്ഫോടക ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ആണവരാസ സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് സ്ഫോടക ഭൂകമ്പങ്ങൾ. ഭൂകമ്പങ്ങൾ. ഇനി ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ.
എന്താണ് ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ? വലിയ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്ന ഭൂകമ്പങ്ങളാണ് ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? വിവിധ തരം ഭൂകമ്പങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ടെക്ടോണിക് ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഭൂകമ്പമാണ് ടെക്ടോണിക് ഭൂകമ്പം. അതുപോലെ തന്നെ ഭ്രംശഫലനമായിട്ട് ശിലകൾ തെന്നി മാറുന്നതുമായി ബന്ധപ്പെട്ട ഭൂകമ്പമാണ് ടെക്ടോണിക് ഭൂകമ്പം. ഇനി അഗ്നിപർവ്വതജന്യ ഭൂകമ്പം എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിപർവ്വതങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഭൂകമ്പമാണ് അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. ഇനി കൊളാപ്സ് ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഖനികളുടെ മേൽത്തട്ട് തകർന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട ഭൂകമ്പങ്ങളാണ് കൊളാപ്സ് ഭൂകമ്പങ്ങൾ. ഇനി സ്ഫോടക ഭൂകമ്പങ്ങൾ എന്ന് വെച്ചാലോ ആണവരാസ സ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പമാണ് സ്ഫോടക ഭൂകമ്പം. ഇനി ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ എന്താണ്? വലിയ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് രൂപം കൊള്ളുന്ന ഭൂകമ്പമാണ് ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ. ഇനി ഭൂകമ്പങ്ങളെ അളക്കാൻ ഭൂകമ്പ വ്യാപ്തി, തീവ്രത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ തരംഗങ്ങളെ അളക്കുന്നു. ഭൂകമ്പങ്ങളെ അളക്കുന്നത് ഭൂകമ്പ വ്യാപ്തി അതുപോലെ തന്നെ തീവ്രത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. വ്യാപ്തി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ റിക്ടർ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. മാഗ്നിറ്റ്യൂഡ് സ്കെയിലിനെയാണ് റിക്ടർ സ്കെയിൽ എന്നറിയപ്പെടുന്നത്. 0 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ മാഗ്നിറ്റ്യൂഡ് അളക്കാം. അപ്പം മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ് റിക്ടർ സ്കെയിൽ എന്നറിയപ്പെടുന്നത്. 0 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ മാഗ്നിറ്റ്യൂഡ് അളക്കാം. ഇനി തീവ്രത ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാലോ ഭൂകമ്പ ഫലമായി ഉണ്ടാകുന്ന നാശനഷ്ട നിരക്കാണ് തീവ്രത. അപ്പോൾ തീവ്രത ഇൻറ്റൻസിറ്റി, ഭൂകമ്പ ഫലമായി ഉണ്ടാകുന്ന നാശനഷ്ട നിരക്കാണ് തീവ്രത എന്ന് പറയുന്നത്. ഭൂകമ്പ ഫലമായി ഉണ്ടാകുന്ന നാശനഷ്ട നിരക്കിനെയാണ് തീവ്രത എന്ന് പറയുന്നത്. തീവ്രത അളക്കാനായിട്ട് മെർക്കാലി സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. തീവ്രത അളക്കാൻ മെർക്കാലി സ്കെയിൽ ഉപയോഗിച്ചു. മാഗ്നിറ്റ്യൂഡ് അളക്കാനോ റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചു അല്ലേ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് അളക്കാനാണ് റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. തീവ്രത അളക്കുന്നതിനായിട്ട് ഏതാണ്? മെർക്കാലി സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. തീവ്രതയുടെ നിരക്ക് 1 മുതൽ 12 വരെയുള്ള ഏകകത്തിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഭൂകമ്പ ഫലങ്ങൾ. ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഭൂമി കുലുക്കം സംഭവിക്കും, ഭൗമോപരിതല രൂപമാറ്റം, മണ്ണിടിച്ചിൽ, അതുപോലെ എന്താണ് ഉരുൾപൊട്ടൽ, ഭൂമി പിളരൽ, ജലസംഭരണികളുടെ കരകവിയൽ, ഭൂസ്ഥാന ഭ്രംശം, തീ, കെട്ടിടങ്ങളുടെ നാശം, വസ്തുക്കളുടെ സ്ഥാനമാറ്റം, സുനാമി എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നത് തന്നെയാണ് ഭൂകമ്പമാണ് അല്ലേ? അപ്പോൾ ഭൂകമ്പ ഫലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാം നമുക്ക്? ഭൂമി കുലുക്കമുണ്ട്, ഉരുൾപൊട്ടലുണ്ട് അല്ലേ, തീ, സുനാമി, ഭൂമി പിളരൽ, വസ്തുക്കളുടെ സ്ഥാനമാറ്റം, കെട്ടിടങ്ങളുടെ നാശം, ജലസംഭരണികളുടെ കരകവിയൽ, മണ്ണിടിച്ചിൽ അല്ലേ, പിന്നെ എന്താണ് ഭൂസ്ഥാന ഭ്രംശം എന്നിവയൊക്കെ എന്താണ് ഭൂകമ്പ ഫലങ്ങളാണ്. ഇനി ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഘടന ആദ്യം നമുക്ക് ഭൂവൽക്കം നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി അല്ലേ, പുറമേയുള്ള പാളിയാണെന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത് പുറമേയുള്ള പാളിയാണ്. ഇനി കടുപ്പമേറിയ ശിലകളാൽ നിർമ്മിതമായ ഭാഗമാണിത്. കടുപ്പമേറിയ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കം എന്ന് പറയുന്നത് കടൽത്തറ ഭാഗത്തിന് വൻകര ഭാഗത്തെ അപേക്ഷിച്ച് കനം, പ്രായം എന്നിവ കുറവാണ്. കടൽത്തറ ഭാഗത്തിന് വൻകര ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കനം അതുപോലെ തന്നെ പ്രായം കുറവായിരിക്കും. സമുദ്രതട ഭൂവൽക്ക ഭാഗത്തിൻ്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി വൻകര ഭാഗത്തിൻ്റെ ശരാശരി സാന്ദ്രത എത്രയാണ്? 3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. സമുദ്രതട ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാന ശിലയാണ് ബസാൾട്ട്. സമുദ്രതട ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ശില ഏതാണ്? ബസാൾട്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCERT ഒരു പാഠഭാഗം വരുന്നുണ്ട്. ഭൂമിയെ കുറിച്ചിട്ട് എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ വേൾഡ് ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയാൽ മതി. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCERT പാഠഭാഗം ഏതെന്ന് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു ഭൂമിയുടെ ഭാഗം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ SCERT പഠിക്കാം, NCERT പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ SCERT NCERT ക്ലാസ്സുകൾ തരുന്നുണ്ട്. അപ്പോൾ ആയാലും പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഭൂവൽക്കം എന്ന് വെച്ചാൽ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. നല്ല എന്താണ് കടുപ്പമേറിയ ശിലകളാൽ നിർമ്മിതമായ ഭാഗമാണ് അല്ലേ. ഇനി കടൽത്തറ ഭാഗമുണ്ട്, വൻകര ഭാഗമുണ്ട്. കടൽത്തറ ഭാഗത്തിന് നോക്കുകയാണെങ്കിൽ പ്രായം കുറവായിരിക്കും, അതുപോലെ തന്നെ കനം കുറവായിരിക്കും. ഇനി രണ്ടെണ്ണത്തിൻ്റെയും ശരാശരി സാന്ദ്രത തന്നിട്ടുണ്ട്. സമുദ്രതട ഭൂവൽക്ക ഭാഗത്തിൻ്റെ സാന്ദ്രത 2.7 ആണ്. ഇനി വൻകര ഭാഗത്തിൻ്റെ ശരാശരി സാന്ദ്രത 3 ആണ്. സമുദ്രതട ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ശിലയാണ് ബസാൾട്ട്.
നെക്സ്റ്റ് മാൻഡിൽ. മാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഭൂവൽക്ക ഭാഗം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഭൂവൽക്ക ഭാഗത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ. ഭൂവൽക്ക ഭാഗത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഇനി ഈ ഭൂവൽക്ക ഭാഗത്തെ, ഇതാണ് നമ്മുടെ ഭൂവൽക്ക അല്ലേ, ഈ ഭൂവൽക്ക ഭാഗത്തെ മാൻഡിലുമായിട്ട് വേർതിരിക്കുന്ന വിച്ഛിന്നത ചോദിക്കാറുണ്ട്. ഏത് വിച്ഛിന്നതയാണ്? മൊഹറോവിക് വിച്ഛിന്നത അല്ലേ, മൊഹറോവിക് അല്ലേ, പഠിച്ചിട്ടുണ്ടായിരിക്കല്ലോ മൊഹറോവിക് വിച്ഛിന്നത. അതുപോലെ തന്നെ ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ശിലാമണ്ഡലം അല്ലെങ്കിൽ അസ്തനോസ്ഫിയർ അല്ലേ, അസ്തനോസ്ഫിയർ. ഈ ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻഡിലുമായിട്ട് അല്ലേ, മാൻഡിൽ ഉപരിഭാഗവും ചേർന്ന് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. നോക്കാം, മാൻഡിൽ എന്ന് വെച്ചാൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് 2900 കിലോമീറ്റർ വരെ കാണപ്പെടുന്നു. ഭൂവൽക്കത്തെ മാൻഡിലുമായി വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹോവിച്ഛിന്നത അഥവാ മെഹറോവിക് വിച്ഛിന്നത അല്ലെ, മൊഹറോവിക് വിച്ഛിന്നത. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ എന്താണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. മാൻഡിലിൻ്റെ ഉപരിഭാഗം എന്താണ്? അസ്തനോസ്ഫിയർ ആണ്. മാൻഡിലിൻ്റെ ഉപരിഭാഗം നോക്കുകയാണെങ്കിൽ അസ്തനോസ്ഫിയർ ആണ്. മാൻഡിലിൻ്റെ ഉപരിഭാഗവും അതുപോലെ തന്നെ ഭൂവൽക്കവും കൂടി വരാണെന്നുണ്ടെങ്കിലാണ് എന്ത് വരുന്നത്? ലിത്തോസ്ഫിയർ അല്ലെ, ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത്. അസ്തനം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദുർബല മേഖല എന്നാണ്. അസ്തനോസ്ഫിയർ ആണ് മാഗ്മയുടെ പ്രഭവ കേന്ദ്രം. മാഗ്മയുടെ പ്രഭവ കേന്ദ്രം ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. ഇനി മാൻഡിലിൻ്റെ സാന്ദ്രത 3.4 gram/cm³ ആണ്. അപ്പോൾ ഭൂവൽക്കം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ പുറമേയുള്ള പാളിയാണ്, കനമുണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ടും അവിടെ കാണപ്പെടുന്ന ശില ഏതാണ്? ബസാൾട്ടാന്ന് പറഞ്ഞു. മാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഭൂവൽക്കത്തെയും മാൻഡിലെയും വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹറോവിക് വിച്ഛിന്നത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മാൻഡിലിൻ്റെ ഉപരിഭാഗവും ഈ ഭൂവൽക്കവും കൂടി ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇനി ഈ മാൻഡിലിന് താഴെയുള്ള അല്ലെങ്കിൽ ഉപരിഭാഗത്തെ ചോദിക്കുകയാണെങ്കിൽ അസ്തനോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് മാഗ്മയുടെ പ്രഭവ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? മാൻഡിലാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് കാമ്പ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് കാമ്പ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് കാമ്പ്. കാമ്പിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന അതിലേതാണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു. കാമ്പിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന ഇതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും ആയിരിക്കും. കാമ്പ് 2 തരത്തിലുണ്ട്. അകക്കാമ്പുണ്ട്, പുറക്കാമ്പുണ്ട്. അകക്കാമ്പ് എന്താണ്? ഖരാവസ്ഥയിലാണ്, എന്നാൽ പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. ഇനി കാമ്പിൻ്റെ സാന്ദ്രത 13 ആണ്. ഘനലോഹങ്ങളായ നിക്കൽ, ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമായ ഈ മേഖല നിഫേ ലെയർ എന്നറിയപ്പെടുന്നു. അപ്പോൾ നിഫേ എന്ന് പറയുമ്പോൾ എന്താണ്? നിക്കലും അയേണാണുള്ളത്, നിക്കലും ഇരുമ്പാണുള്ളത് അല്ലേ. അപ്പോൾ നിഫേ മേഖല എന്നറിയപ്പെടുന്നത് കാമ്പിനെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് കാമ്പിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാമ്പ്. ഓക്കെ, ഈ കാമ്പിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന ഏതാണെന്ന് പറഞ്ഞു? ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണെന്ന് പറഞ്ഞു അല്ലേ. ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. അകക്കാമ്പുണ്ട്, പുറക്കാമ്പുണ്ട്. അകക്കാമ്പ് എന്താണ്? ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് എന്താണ്? ഖരാവസ്ഥയിലാണ്. പുറക്കാമ്പ് എന്താണ്? ലിക്വിഡ് അല്ലേ, ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് മാൻഡിലിനെയും ഭൂവൽക്കത്തെയും വേർതിരിക്കുന്ന വിച്ഛിന്നത ഏതായിരുന്നു? മൊഹറോവിക് വിച്ഛിന്നതയായിരുന്നു അല്ലേ. മൊഹറോവിക് വിച്ഛിന്നതയായിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അഗ്നിപർവ്വതങ്ങളും അഗ്നിപർവ്വത ഭൂരൂപങ്ങളും. എന്താണ് അഗ്നിപർവ്വതങ്ങൾ? ഭൗമാന്തർ ഭാഗത്തു നിന്നും വിവിധ തരം വാതകങ്ങൾ, ചാരം ഉരുകി ദ്രവാവസ്ഥയിലുള്ള ശിലാപദാർത്ഥം, ലാവ തുടങ്ങിയവ ഭൗമോപരിതലത്തിലേക്ക് പ്രവഹിക്കുന്നതിനെ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നു. എന്താണ്? ഭൗമാന്തർ ഭാഗത്തു നിന്ന് വിവിധ തരം വാതകങ്ങളും ചാരൊക്കെ ഉരുകിയിട്ട് ദ്രവാവസ്ഥയിലുള്ള ഒരു ശിലാപദാർത്ഥം, അതായത് ലാവ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരും അല്ലേ. അങ്ങനെ പ്രവഹിക്കുന്നതിനെയാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഉപരിമാൻഡിലിനുള്ളിലെ ശിലാദ്രവമാണ് മാഗ്മ. ഇത് ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ ലാവ എന്നറിയപ്പെടുന്നു. ഉപരിമാൻഡിലുള്ള ശിലാദ്രവ്യമാണെന്ന് പറയുന്നത് മാഗ്മ എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുമ്പോൾ ലാവ എന്നാണ് പേരിൽ അറിയപ്പെടുന്നത്. അപ്പം മാഗ്മ എന്ന് പറയുന്നത് പുറത്തേക്ക് വരുമെന്നാണ് ലാവ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ബാരൻ അഗ്നിപർവ്വതം സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ. ഇന്ത്യയിലെ ബാരൻ അഗ്നിപർവ്വതമാണ് സജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണം വരുന്നത് അല്ലേ. ഏത് ഭാഗത്താണ് ഈ ബാരൻ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്? ഏത് ഭാഗത്താണ്? കമൻറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 2ാമത്തെ ചാപ്റ്റർ ഇന്ത്യ ഘടനയും ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതാണ് ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് അല്ലേ കുറേ വാതകങ്ങളും ചാരം ഉരുകി ദ്രവാവസ്ഥയിലുള്ള ശിലാവാതകവും അതുപോലെ തന്നെ എന്താണ് ലാവ തുടങ്ങിയൊക്കെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നുണ്ട്. അതിനെയാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ മാഗ്മ വന്നെത്തുമ്പോൾ പുറത്തേക്ക് വരുമ്പോഴാണ് അതിന് ലാവ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാരൻ അഗ്നിപർവ്വതം എന്താണ് സജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ്. ഇനി സ്ഫോടനത്തിൻ്റെ സ്വഭാവവും തൽഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളെയും അടിസ്ഥാനമാക്കി അഗ്നിപർവ്വതങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. എന്താണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ? ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളാണ് ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ. എക്സാമ്പിൾ ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങൾ. അപ്പോൾ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഷീൽഡ് അഗ്നിപർവ്വതങ്ങളാണ്. എക്സാമ്പിൾ ഏതാണ്? ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതങ്ങളാണ്. ഇനി കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. എന്താണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ? സ്ഫോടനാത്മക കൂടുതലുള്ള അഗ്നിപർവ്വതങ്ങളാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. സ്ഫോടനാത്മകത കൂടുതലായിരിക്കും. ലാവയും ചാരവും മറ്റു വസ്തുക്കളും അഗ്നിപർവ്വത മുഖത്തിന് ചുറ്റും അടിഞ്ഞുകൂടി പാളികളായി രൂപപ്പെടുന്നു. ലാവ, ചാരം അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളൊക്കെ ഈ അഗ്നിപർവ്വത മുഖത്തിന് ചുറ്റും അടിഞ്ഞുകൂടിയിട്ട് എന്താണ് പാളികളിലായിട്ട് രൂപപ്പെടുന്നു. അപ്പോൾ ഷീൽഡ് അഗ്നിപർവ്വതം എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ്. എക്സാമ്പിൾ എന്താണ്? ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതമാണ്. ഇനി കോമ്പോസിറ്റ് അഗ്നിപർവ്വതം എന്ന് വെച്ചാൽ എന്താണ്? സ്ഫോടനാത്മകത കൂടുതലായിരിക്കും. അതായത് സ്ഫോടനത്തിനുള്ള ഒരു ശേഷി കൂടുതലായിരിക്കും ഈ കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾക്ക്. പിന്നെ ലാവയും ചാരവും മറ്റ് വസ്തുക്കളൊക്കെ ഇരുഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ട് പാളികളായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്താണ് കാൽഡറ? ഏറ്റവും സ്ഫോടനാത്മകമായ അഗ്നിപർവ്വതങ്ങളാണ് കാൽഡറ. അഗ്നിപർവ്വത മുഖം തകർന്നിടിഞ്ഞ് രൂപം കൊള്ളുന്ന വിശാല ഗർത്തങ്ങളാണ് കാൽഡറകൾ. അപ്പോൾ കാൽഡറ എന്ന് വെച്ചാൽ എന്താണ്? ഗർത്തങ്ങളാണ് അല്ലേ. അഗ്നിപർവ്വത മുഖം തകർന്നിടിഞ്ഞ് രൂപം കൊള്ളുന്ന വിശാല ഗർത്തങ്ങളാണ് കാൽഡറകൾ. ഇനി ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസ്. ഒരുപാട് ദൂരം ഒഴുകി പരക്കാൻ ശേഷിയുള്ള ലാവ അടിഞ്ഞു കൂടി രൂപപ്പെടുന്നതാണ് ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസ്. ഒരുപാട് ദൂരം ഒഴുകി പരക്കാൻ ശേഷിയുള്ള ലാവ അടിഞ്ഞു കൂടി രൂപപ്പെട്ടിട്ടുള്ളതാണ് എന്താണ്? ഫ്ലഡ് അല്ലേ. ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസ്. ഫ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഈ ലാവ ഇത് ഈ കുറേ ദൂരമൊക്കെ ഒഴുകി പരക്കാൻ ശേഷിയുള്ള ലാവയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ലാവ ഇങ്ങനെ ഒഴുകാന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിനെയാണ് ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്? ഡെക്കാൻ ട്രാപ്പ് മേഖല. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്തിന് എക്സാമ്പിളാണ്? ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസിന് എക്സാമ്പിളാണ്. ഇനി സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായി നീളത്തിൽ രൂപപ്പെടുന്ന പർവ്വതനിരയാണ് സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. എന്താണ്? സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായി നീളത്തിൽ രൂപപ്പെടുന്ന പർവ്വതനിരയാണ് സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ. പർവ്വതങ്ങളുടെ മധ്യഭാഗം തുടർച്ചയായ സ്ഫോടനങ്ങൾക്ക് വിധേയമാകാറുണ്ട് അല്ലേ. എന്താണ്? പർവ്വതങ്ങളുടെ മധ്യഭാഗമാണ് തുടർച്ചയായിട്ട് സ്ഫോടനങ്ങൾക്ക് വിധേയമാകുന്നത്. ഇനി ഇത്ര നേരം പറഞ്ഞൊന്ന് നോക്കാം അല്ലേ. മറന്നോ പറഞ്ഞോക്കെ? അഗ്നിപർവ്വതം എന്താണെന്ന് പറഞ്ഞു. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് ലാവയും ചാരമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി വരുന്നതാണ്. അങ്ങനെ മാഗ്മ പുറത്തേക്ക് ഒഴുകി വന്നിട്ടാണ് ലാവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ സജീവ അഗ്നിപർവ്വതം ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാരനാണ്. പ്രധാനപ്പെട്ട അഗ്നിപർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ഷീൽഡ് അഗ്നിപർവ്വതം. ഷീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ്. എക്സാമ്പിൾ ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതമാണ്. ഇനി കോമ്പോസിറ്റ് അഗ്നിപർവ്വതം എന്ന് വെച്ചാൽ എന്താണ്? സ്ഫോടനാത്മകത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലാവയും ചാരമൊക്കെ മറ്റ് വസ്തുക്കളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പാളികളായിട്ടായിരിക്കും ഇവിടെ രൂപപ്പെട്ടിട്ടായിരിക്കാം. ഇനി കാൽഡറ എന്ന് വെച്ചാൽ എന്താണ്? സ്ഫോടനാത്മകമാണ് അല്ലേ. സ്ഫോടനാത്മകം തന്നെയാണ്. പക്ഷെ എന്താണ്? ഇവിടെ ഈ അഗ്നിപർവ്വത മുഖം തകർന്നടിഞ്ഞിട്ട് ശിലാഗർത്തങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ഇതിനെയാണ് കാൽഡറകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലാവ ഇങ്ങനെ ലാവ ഇങ്ങനെ ഒഴുകിയിട്ട് അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ഒരു ഭാഗമാണ് എന്താണ്? ഫ്ലഡ് ബസാൾട്ട് പ്രോവിൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഡെക്കാൻ ട്രാപ്പ് മേഖലയാണ്. ഇനി സമുദ്രാന്തർ പർവ്വതനിര അഗ്നിപർവ്വതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രങ്ങളുടെ മധ്യഭാഗത്തായിട്ട് നീളത്തിൽ രൂപപ്പെടുന്ന പർവ്വതനിരയാണ്. പർവ്വതങ്ങളുടെ മധ്യഭാഗം തുടർച്ചയായ സ്ഫോടനങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ഇനി അഗ്നിപർവ്വത ജന്യ ശിലാരൂപങ്ങൾ. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തു വരുന്ന മാഗ്മ ഭൂവൽക്കത്തിന് അകത്ത് തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആന്തര ആഗ്നേയശിലകൾ. അപ്പോൾ എന്താണ് ആന്തര ആഗ്നേയശിലകൾ? അഗ്നിപർവ്വത ജന്യ ശിലാരൂപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തു വരുന്ന മാഗ്മ ഭൂവൽക്കത്തിന് അകത്ത്
അല്ലെ ഭൂവൽക്കത്തിനകത്ത് തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് ആന്തര ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പാതാളശിലകൾ അല്ലെങ്കിൽ ആന്തര ആഗ്നേയശിലകൾ വേറെ പേരാണ് പാതാളശിലകൾ. ഇനി പ്രധാനപ്പെട്ട ആന്തര ആഗ്നേയശിലാ രൂപങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാത്തോലിത്ത്, ലാക്കോലിത്ത്, ലാപ്പോലിത്ത്, ഫാക്കോലിത്ത്, സിൽ ഓർ ഷിറ്റ്, ഡൈക്ക്. ഇതൊക്കെയാണ്. ബാത്തോലിത്ത് എന്ന് വെച്ചെന്താണ്? മാഗ്മ ചേംബറിൻ്റെ ഭാഗമായ അതിവിസ്തൃതമായ ഗ്രാനൈറ്റ് ശിലാ നിക്ഷേപങ്ങളാണിവ. മാഗ്മ ചേംബറിൻ്റെ ഭാഗമായ അതിവിസ്തൃതമായ ഗ്രാനൈറ്റ് ശിലാ നിക്ഷേപങ്ങളാണ്. ഇനി ലാക്കോലിത്ത് എന്ന് വെച്ചാലോ? മകുടങ്ങൾ കുഴൽ സമാനമായ നാളുകൾ വഴി മാഗ്മ ചേംബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മകുടങ്ങൾ കുഴൽ സമാനമായ നാളുകൾ വഴി മാഗ്മ ചേംബറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ലാപ്പോലിത്ത് എന്ന് വെച്ചെന്താണ്? കപ്പിൻ്റെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന മാഗ്മ നിക്ഷേപങ്ങളെയാണ് ലാപ്പോലിത്ത് എന്ന് പറയുന്നത്. കപ്പിൻ്റെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന മാഗ്മ നിക്ഷേപങ്ങളെയാണ് ലാപ്പോലിത്ത് എന്നറിയപ്പെടുന്നത്. ഇനി ഫാക്കോലിത്ത് എന്ന് വെച്ചാൽ തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ഫാക്കോലിത്ത്. തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ഫാക്കോലിത്ത്. ഇനി സില്ലോർ ഷീറ്റ് എന്ന് വെച്ചാലോ? തിരശ്ചീനമായ ആഗ്നേയ ശിലാരൂപങ്ങളാണ്. ഡേക്ക് എന്ന് വെച്ചാൽ ലംബദിശയിൽ രൂപം കൊള്ളുന്നവയാണ്. അപ്പോൾ ബാത്തോലിത്ത് മാഗ്മ ചേംബറിൻ്റെ ഭാഗമായ അതിവിസ്തൃതമായ ഗ്രാനൈറ്റ് ശിലാ നിക്ഷേപങ്ങളാണ്. ലേക്കോലിത്ത് മകുടങ്ങൾ കുഴൽ സമാനമായി നാളുകൾ വഴി മാഗ്മ ചേംബറുമായി ബന്ധപ്പെട്ടിരിക്കണം. ലാപ്പോലിത്ത് കപ്പിൻ്റെ ആകൃതിയിൽ രൂപം കൊള്ളുന്ന മാഗ്മ നിക്ഷേപങ്ങളാണ്. ഫാക്കോലിത്ത് തരംഗരൂപത്തിൽ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നു. സില്ലോർ ഷീറ്റ് തിരശ്ചീനമായ ആഗ്നേയ ശിലാരൂപങ്ങളാണ്. ഡേക്ക് എന്നാണ് ലംബദിശയിൽ രൂപം കൊള്ളുന്നവയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. 8ാമത്തെ ചാപ്റ്റർ അന്തരീക്ഷത്തിലെ ഘടക വസ്തുക്കളും അവയുടെ ഘടനയും. എന്താണ് അന്തരീക്ഷം എന്ന് വെച്ചാൽ ഭൂമിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന വാതകങ്ങളുടെ മിശ്രിതമാണ് അന്തരീക്ഷം, അല്ലേ? അവിടെ നിന്നാണ് നമുക്കറിയാം അന്തരീക്ഷത്തിൽ കുറേ വാതകങ്ങൾ ഉണ്ടല്ലോ. ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം എന്ന് പറയാം, അല്ലേ? ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം എന്ന് പറയാം. ജീവന്റെ നിലനിൽപ്പും വളർച്ചയും അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജീവന്റെ നിലനിൽപ്പും വളർച്ചയൊക്കെ അന്തരീക്ഷത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഘടക വസ്തുക്കളുണ്ട്? നമ്മൾ പറഞ്ഞു കുറച്ച് വാതകങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? പിന്നെന്താണ്? ജലബാഷ്പം ഉണ്ടായിരിക്കില്ലേ? എന്തൊക്കെയാണ് അന്തരീക്ഷത്തിലെ ഘടക വസ്തുക്കൾ? വാതകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. നൈട്രജനും ഓക്സിജനും, അല്ലേ? നൈട്രജൻ 78%, ഓക്സിജൻ 21%. ഇവ എന്താണ്? പ്രധാനപ്പെട്ട വാതകങ്ങളാണ്. അതുപോലെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് വാതകങ്ങളാണ് ഹൈഡ്രജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം എന്നിവയൊക്കെ, അല്ലേ? നെക്സ്റ്റ് ജലബാഷ്പം. അന്തരീക്ഷത്തിൽ 4% ജലബാഷ്പമുള്ളത്. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവപ്രദേശത്തേക്ക് പോകുന്തോറും ജലബാഷ്പത്തിൻ്റെ അളവ് കുറയുന്നു. ഇനി പൊടിപടലങ്ങൾ. ധാരാളം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. മേഘങ്ങളുടെ രൂപീകരണത്തിന് പൊടിപടലങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പൊടിപടലങ്ങളിൽ തട്ടി സൂര്യരശ്മികൾ ചിതറിപ്പോകുന്നത് കൊണ്ടാണ് അസ്തമയ സൂര്യൻ്റെ നിറം മാറ്റത്തിന് കാരണം. പൊടിപടലങ്ങളിൽ തട്ടി സൂര്യരശ്മികൾ ചിതറിപ്പോകുന്നതാണ് അസ്തമയ സൂര്യൻ്റെ നിറം മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ട്? വാതകങ്ങളുണ്ട്, ജലബാഷ്പമുണ്ട്, പൊടിപടലങ്ങളുണ്ട്, അല്ലേ? നമുക്കറിയാം വാതകങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പൊടിപടലങ്ങൾ എന്ന് പറയുമ്പോൾ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. ജലബാഷ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവപ്രദേശത്തേക്ക് പോകുമ്പോൾ ജലബാഷ്പം കുറഞ്ഞു വരുന്നു. നെക്സ്റ്റ് അന്തരീക്ഷത്തിലെ പാളികൾ. താപക്രമം അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ പ്രത്യേക മണ്ഡലങ്ങളായി വിഭജിക്കാവുന്നതാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെയാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ പാളികൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ്, അല്ലേ? ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ്. ശരാശരി ഉയരം 13 കിലോമീറ്റർ ആണ്. മധ്യരേഖയുടെ അടുത്ത് ട്രോപ്പോ മണ്ഡലത്തിൻ്റെ സീമ 16 മുതൽ 18 കിലോമീറ്റർ വരെ എത്തുന്നു. എന്നാൽ ധ്രുവപ്രദേശങ്ങളിൽ ഉദ്ദേശം 6.8 കിലോമീറ്റർ വരെ മാത്രമേ വരൂ. എന്താ പറയുന്നത്? ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. അത്രയും പഠിച്ചു വെച്ചിരിക്കാം. ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. ഇതൊക്കെ SCERT പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് കുറയാണ് ചെയ്യുന്നത്. അതായത് 165 മീറ്റർ ഉയരത്തിന് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ ട്രോപ്പോസ്ഫിയറിൽ ഊഷ്മാവ് കുറയും. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് പറയുന്നത്. ഇനി കാറ്റ്, മഴ, ഇടിമിന്നൽ, മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങളെല്ലാം കാണപ്പെടുന്ന മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെ മുകളിലത്തെ പരിധി ട്രോപ്പോപാസ് എന്നും അറിയപ്പെടുന്നു.
അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ശരാശരി ഉയരം 13 കിലോമീറ്റർ ആണ്. ഉയരം കൂടുന്നതോറും ഊഷ്മാവ് കുറയുന്നു. അങ്ങനെ കുറയുന്നതിനെ ക്രമമായ താപനഷ്ടം നിരക്ക് എന്ന് പറയുന്നു. കാറ്റ്, മഴ, ഇടിമിന്നൽ, മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിനെ മുകളിലത്തെ പരിധി എന്നറിയപ്പെടുന്നു. ട്രോപ്പോപാസ് എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഭാഗം എന്താണ്? ഓസോൺ പാളിയിലെ ഓസോൺ പാളി കാണപ്പെടുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. പരമാവധി ഉയരം എത്രയാണ്? 50 കിലോമീറ്റർ ആണ്. ഇവിടെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഊഷ്മാവനാണ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓസോൺ പാളിയുടെ സാന്നിധ്യമാണ് ഇവിടെ ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണം. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖല ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകൾ ഭാഗം സ്ട്രാറ്റോപാസ് എന്നും അറിയപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകൾ ഭാഗം സ്ട്രാറ്റോപാസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന്റെ പരമാവധി ഉയരം എത്രയാണ്? 50 കിലോമീറ്റർ ആണ്. ഉയരം കൂടുന്തോറും ഊഷ്മാവ് വർദ്ധിക്കുന്നു. ഓസോൺ പാളിയുടെ സാന്നിധ്യമാണ് ഊഷ്മാവ് വർദ്ധിക്കാൻ കാരണം. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകൾ ഭാഗം എന്നാണ് സ്ട്രാറ്റോപാസ് എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് എന്താണ്? മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയറിന്റെ ഉയരം 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. ഉയരം കൂടുന്തോറും ഇവിടെ നിന്നാണ് ഊഷ്മാവ് കുറയാണ് ചെയ്യുന്നത് അല്ലേ? മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും എന്താണ്? ഊഷ്മാവ് കുറയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഈ പാളിയിൽ വെച്ചാണ് ഉൽക്കകൾ കത്തിയിരുന്നത്. മിസോസ്ഫിയറിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഉൽക്കകൾ കത്തിയെരിയുന്നത്. മിസോസ്ഫിയറിന്റെ മുകൾ ഭാഗം എന്താണ്? മിസോപാസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിന്റെ മുകൾ ഭാഗം ട്രോപ്പോപാസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകൾ ഭാഗം സ്ട്രാറ്റോപാസ് ആണ്. അപ്പോൾ മിസോസ്ഫിയറിന്റെ മുകൾ ഭാഗം എന്തായിരിക്കും? മിസോപാസ് ആയിരിക്കും. ഇവിടെയും എന്താണ്? ട്രോപ്പോസ്ഫിയറിനെ പോലെ തന്നെ ഊഷ്മാവ് കുറയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്നവരും ഊഷ്മാവ് കുറയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉൽക്കകൾ കത്തിയേരുന്നതും എവിടെയാണ്? മിസോസ്ഫിയറിലാണ്. നെക്സ്റ്റ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ശരാശരി ഉയരം എത്രയാണ്? 400 കിലോമീറ്റർ ആണ്. അയൺ കണികകളുടെ സാന്നിധ്യമുള്ളതിനാൽ അയണോസ്ഫിയർ എന്ന പേരിലും ഇതറിയപ്പെടുന്നു. തെർമോസ്ഫിയറിനെ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. കാരണം എന്താണ്? അവിടെ അയൺ കണികകളുടെ സാന്നിധ്യമുണ്ട്. ഉയരം കൂടുന്നോറും ഇവിടെ ഊഷ്മാവ് കൂടുന്നു. ഉയരം കൂടുന്നോറും ഊഷ്മാവ് കൂടുന്നു. ഇനി എക്സോസ്ഫിയർ എന്ന് വെച്ചാൽ നാളെ പേരിൽ തന്നെ ഉണ്ടല്ലേ? ഭൂമിയിലെ ഏറ്റവും പുറമേയുള്ള അന്തരീക്ഷ പാളിയാണ്. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്ററിന് മുകളിലും വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ട്രോപ്പോസ്ഫിയർ എന്നാണ് പറഞ്ഞു. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൽ എന്നാണ് നമ്മൾ പറഞ്ഞത്? ഉയരം കൂടുന്ന ഊഷ്മാവ് കുറയാണ് ചെയ്യുക. അവിടെ കാറ്റ്, മഴ, ഇടിമിന്നൽ, മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്നു. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഊഷ്മാവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓസോൺ പാളിയുടെ സാന്നിധ്യം. അതുപോലെ തന്നെ എന്താണ്? വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖലയാണ്. മിസോസ്ഫിയർ എന്ന് വെച്ചാൽ ഊഷ്മാവ് കുറയാണ് ചെയ്യുക. ഇവിടെയുള്ള പാളിയിൽ വെച്ചിട്ടാണ് ഉൽക്കകൾ കത്തിയെരിയുന്നത്. ഇനി തെർമോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? അയൺ കണികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അല്ലേ? അതിനാൽ തന്നെ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉയരം കൂടുന്നതോറും ഊഷ്മാവ് കൂടാണ് ചെയ്യുക. എക്സോസ്ഫിയർ എന്ന് വെച്ചാൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ്.